ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം വരുന്നൊരു വക്കീല് അങ്ങേരുടെ അടുത്ത് ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന വലിയ വലിയ കാശുകാർക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കോ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം അങ്ങേര് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം വന്നാൽ ഇടിച്ചു തൂക്കും. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വക്കീല് വലിയ ആരോഗ്യമുള്ള മനുഷ്യനാണ് അല്ലെങ്കിൽ ജിമ്മനാന്ന് വിചാരിക്കും. ഇതൊന്നുമല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. നമ്മുടെ നാട്ടിലെ നിയമത്തിനെതിരായിട്ട് എന്തെങ്കിലും ഒരു കാര്യം അങ്ങേരുടെ അടുത്ത് വരികയാണെങ്കിൽ അങ്ങേർക്ക് ഇത് ഇഷ്ടപ്പെടില്ല. അങ്ങേര് ഈ ഒരൊറ്റ കാര്യം നാട്ടിലെ നിയമത്തിന് വേണ്ടിയാണ് പഠിച്ച് വക്കീലായിട്ടുള്ളത് തന്നെ. ഇങ്ങനെയുള്ള ഒരു വക്കീൽ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അവിടെ ഉണ്ടാകുന്ന തട്ടിപ്പുകാർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു കള്ളക്കേസിൽ നമ്മുടെ വക്കീലിനെ അവർ ജയിലിലേക്ക് അയക്കുകയാണ്. രക്ഷപ്പെടാനായിട്ട് പല വഴികളും നമ്മുടെ വക്കീൽ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ എതിരായിട്ട് നിൽക്കുന്നത് വലിയ വലിയ രാഷ്ട്രീയക്കാരും പണക്കാരും ഒക്കെയാണ്. അതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഇപ്പോൾ 5 വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വക്കീലിന് ചെറിയൊരു ക്ലൂ കിട്ടുന്നത്. ചെറിയൊരു കച്ചിത്തുരുമ്പ്. ആ ഒരൊറ്റ കച്ചിത്തുരുമ്പ് പിടിച്ചു തൂങ്ങിയിട്ട് അങ്ങേര് ഈ കേസിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങേർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലേ എന്നാണ് നമ്മൾ ഇന്ന് ഈ സിനിമയെ കൂടെ കാണുന്നത്. ഈ സിനിമ ഒരു സീരിയസ് വിഷയമാണ് ചർച്ച ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഈ സിനിമയിൽ ഒരുത്തം വരാനുണ്ട്. അവൻ വന്നു കഴിഞ്ഞാൽ അവൻ ഒറ്റ ഒരുത്തം മതി ഈ സിനിമയെ എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട്. നമുക്ക് ചിരിക്കാനുള്ള എല്ലാ വകയും ഈ സിനിമയിൽ തന്നെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നത് തന്നെ അവനാണെന്ന് നമുക്ക് തോന്നിപ്പോവല്ല, ശരിക്കും അവൻ തന്നെയാണ് എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നത്. അവനെല്ലാം നമുക്ക് ഈ സിനിമയിലൂടെ കാണാം. എന്നാൽ പിന്നെ നമുക്ക് 2016 റിലീസ് ചെയ്ത എ വയലന്റ് പ്രോസിക്യൂട്ടർ എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ വലിയൊരു കൺസ്ട്രക്ഷൻ ടീമിൻ്റെ ലൊക്കേഷനാണ് കാണിക്കുന്നത്. അവരവിടെ വലിയൊരു റിസോർട്ട് പണിയാനായിട്ട് പോവുകയാണ്. പക്ഷെ അവിടെ പണിയാനായിട്ട് കുറച്ച് പേര് സമ്മതിക്കുന്നില്ല. ആരാന്ന് വെച്ചാൽ പ്രകൃതി സംരക്ഷിക്കുന്ന ആളുകളാണ് അവിടെ റിസോർട്ട് പണിയാനായിട്ട് സമ്മതിക്കാത്തത്. അതിൻ്റെ ഏറ്റവും വലിയ കാര്യമായിട്ട് അവർ പറയുന്നത് ദേശാടനക്കിളികൾ റഷ്യയിൽ നിന്ന് യാത്ര ആരംഭിച്ച അവർ ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ 15 ദിവസം നിർത്താതെ പറന്നിട്ടാണ് കൊറിയയിലെ ഈ ഒരു ലൊക്കേഷനിൽ വന്ന് റെസ്റ്റ് എടുക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു റിസോർട്ട് പണിഞ്ഞു കഴിഞ്ഞാൽ ദേശാടനക്കിളികൾക്ക് അവിടെ വന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ വംശനാശം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പ്രകൃതി സ്നേഹികൾ ഇപ്പം 50 ദിവസത്തോളമായി ഈ സൈറ്റിനകത്ത് വന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം അത് കുറച്ചുകൂടെ രൂക്ഷമായിട്ടുണ്ട്. ന്യൂസുകാരും മീഡിയക്കാരും എല്ലാവരും വന്നിട്ടുണ്ട്. ഇന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നത് എല്ലാവർക്കും ഉറപ്പാണ്. അതേ സമയത്താണ് നമ്മുടെ സംരക്ഷകരുടെ അതേ രൂപത്തിലും ഭാവത്തിലും കുറച്ച് പേര് കുറച്ച് അകലെയായിട്ട് വണ്ടിയിൽ വന്നിറങ്ങുന്നത്. അവരുടെ കയ്യിൽ വടിയും പാരയും എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അവരെന്തോ ചെയ്യാനുള്ള പുറപ്പാടാണ്. അതിലൊരുത്തൻ ആസ്മയ്ക്കുള്ള മരുന്നെടുത്ത് വലിക്കുന്ന കാണുമ്പോൾ അവരെ കൊണ്ടുവന്ന അയാൾ ചോദിക്കും, എന്താണോ ഇതുപോലെയുള്ള ഓരോരുത്തന്മാരെയാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഏയ് അല്ല, എല്ലാവരും നല്ല ജോലി എടുക്കുന്ന പിള്ളേരാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ പറയുകയും ചെയ്യും. എന്നാൽ പിന്നെ പണി ആരംഭിച്ചോ എന്ന് പറയുമ്പോൾ അവരെല്ലാവരും കൂടെ ആ പ്രകൃതി സ്നേഹികളുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അവർ വേറെ ഒന്നും നോക്കില്ല. അവരുടെ ഇടയിൽ കൂടെ ചെന്നിട്ട് പോലീസുകാരുടെ ബാരിക്കേഡും പൊളിച്ചിട്ട് പോലീസുകാർ അടിക്കാൻ തുടങ്ങും. പിന്നെ അവർ തമ്മിൽ വലിയൊരു അടിയാണ് അവിടെ നടക്കുന്നത്. ന്യൂസിലൂടെ കാണുന്ന ആളുകൾ വിചാരിക്കുക സംരക്ഷകരും പോലീസുകാരും തമ്മിൽ അവിടെ വലിയ സംഘടന നടന്നുകൊണ്ടിരിക്കുകയെന്നാണ്. സംരക്ഷകരാണ് ഇതിനെല്ലാം കാരണമെന്നാണ് ന്യൂസിലൂടെ കാണുന്നവർ വിചാരിക്കുക. എന്നാൽ ആസ്മയ്ക്ക് മരുന്ന് വലിച്ചിരുന്ന ഒരുത്തൻ ഇല്ലായിരുന്നോ? അവൻ അടിയുടെ ഇടയിൽ ആ ഒരു ദേഷ്യത്തിൽ ഒരു പോലീസുകാരൻ്റെ തലക്ക് വടി വെച്ചടിക്കും. അയാളുടെ തല പൊളിഞ്ഞ് അപ്പം തന്നെ അയാൾ ബോധം കെട്ട് വീണു. എന്നാൽ അലമ്പുണ്ടാക്കാൻ വന്നിരുന്ന ആളുകളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ ഇവിടെ വലിയ അടിയാണ് നടക്കുന്നതെന്ന് മനസ്സിലാകുമ്പോൾ അവൻ മെല്ലെ അതിൽ നിന്ന് ഊരി മാറി കുറച്ച് അകലെ വന്നിട്ട് അവരെല്ലാവരും നിൽക്കുന്നത് ഒരു സെൽഫി എടുക്കും. അവൻ എന്തിൻ്റെ പുറപ്പാടാണോ എന്ന് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ അവനാണോ ഇവരെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അതും അറിയില്ല. എന്തായാലും അടി നടക്കുന്ന സ്ഥലത്ത് പോലീസുകാരൻ്റെ തലക്കടിച്ചയാളെ ആസ്മ രോഗി അപ്പം തന്നെ പോലീസുകാർ വന്ന് പിടിക്കും. ഇതിപ്പോൾ വലിയൊരു ന്യൂസായി. പോലീസുകാരുടെ തലക്കടിച്ചത് കൊണ്ട് തന്നെ നാട്ടുകാരെല്ലാവരും ഇപ്പോൾ ആ ഫാർ ഈസ്റ്റ് എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ ടീമിനാണ് പിന്തുണ കൊടുക്കുന്നത്. ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി ആ കൺസ്ട്രക്ഷൻ കമ്പനി തന്നെയാണ് ഇതുപോലെ കുറച്ച് ആളുകളെ അവരുടെ ഇടയിലേക്ക് പറഞ്ഞു വിട്ട് ഇതുപോലെ ഒരു അടി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തൊക്കെ ആയിരുന്നാലും അവിടുന്ന് കട്ട് ചെയ്താൽ നമ്മുടെ വക്കീൽ ഹീറോയാണ് കാണിക്കുന്നത്. അങ്ങേര് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മുതലാളിയെ. അങ്ങേര് വലിയൊരു മുതലാളി മാത്രമല്ല വലിയൊരു ഗ്യാങ്സ്റ്റർ കൂടിയാണ്. അതുകൊണ്ട് അങ്ങേർക്ക് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇതിനെല്ലാം പിന്നിൽ അങ്ങേര് തന്നെയാണ് കളിച്ചതെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഹീറോ ചോദിക്കും, നീ തന്നെയാണ് അതിൻ്റെ ഇടയിലേക്ക് നിന്റെ ആളുകളെ വിട്ടിട്ട് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്, എന്നിട്ട് ഇവിടെ ഇരുന്ന് പൊട്ടം കളിയാണോ? അയാൾ പറയും, എനിക്കൊന്നും അറിയില്ല, ഞാൻ ആരെയും അങ്ങോട്ട് പറഞ്ഞ് വിട്ടിട്ടുമില്ല. അതിന് ഹീറോ പറയും, എന്തായാലും കുഴപ്പമില്ല, ആ പോലീസുകാരൻ്റെ തലക്കടിച്ചവൻ ഇന്ന് രാത്രി തന്നെ ഇവിടെ എത്തും. അവൻ വന്നു കഴിഞ്ഞാൽ അവനെ ചോദ്യം ചെയ്യുമ്പോൾ അവൻ പറയേണ്ടതെല്ലാം പറഞ്ഞോളും. അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ കാണാനായിട്ട് നേരിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു ഫയലെടുത്ത് അവൻ്റെ മോന്തക്കിട്ട് ഒരു ഒറ്റ അടിയാണ്. വലിയ മുതലാളിയാണെന്നുള്ള കാര്യമൊന്നും ഹീറോ നോക്കുന്നില്ല. ആ ഫയൽ അവൻ്റെ നെഞ്ചത്ത് വെച്ച് വീണ്ടും വീണ്ടും ഇടിക്കും. അത് കൊള്ളുന്ന മുതലാളിക്ക് ഇതെന്ത് വക്കീലാന്നാണ് വിചാരിക്കുക. അന്ന് രാത്രി ഹീറോയുടെ ബോസ് ഹീറോയെ വിളിച്ച് ചോദിക്കും, നീ ഇന്നും ഒരുത്തനെ തല്ലിയല്ലേടാന്ന്. അതിന് ഹീറോ പറയും, ചിലരെയൊക്കെ വിളിച്ച് ചോദ്യം ചോദിക്കുന്നതിലും ഭേദം പിടിച്ച് 2 കൊടുക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ സത്യങ്ങളൊക്കെ താനേ പുറത്ത് വന്നോളും. ബോസിനാണെങ്കിൽ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങേർക്ക് ദേഷ്യം വരുന്നുണ്ട്. അതാണെങ്കിൽ ചുറ്റുമുള്ള എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം വേറെ ഒരാൾക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്ന വക്കീൽ പറയും, അവൻ എപ്പോഴും ഞങ്ങൾക്കൊരു തലവേദനയാണ്. ഹീറോയെ കുറിച്ചാണ് പറയുന്നത്. ഈ പറയുന്ന ആരാന്ന് വെച്ചാൽ ഹീറോയെ പോലെ തന്നെ ബുദ്ധിയും വിവരമുള്ളൊരു വക്കീലാണ്. ഹീറോയുടെ എതിരാളി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഈ ബോസ് അവിടുന്ന് രാജിവെച്ചാൽ ഹീറോയുടെ ബോസ് അവിടുന്ന് രാജിവെച്ചാൽ പിന്നെ മെയിൻ വക്കീലാവാൻ പോകുന്നത് ഹീറോയോ അല്ലെങ്കിൽ ആ വക്കീലോ ആയിരിക്കും. അയാളുടെ പേര് ജോ എന്നാണ്. ജോ വക്കീൽ എന്നാണ് അയാളുടെ പേര്. അയാൾക്ക് ഹീറോയെ തീരെ ഇഷ്ടമല്ല, അത് വേറെ കാര്യം. എന്തായാലും വക്കീൽ പറയും, ഇന്ന് രാത്രി ആ പോലീസുകാരൻ്റെ തലക്കടിച്ചവനെ ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അവനെ ചോദ്യം ചെയ്യാൻ പോകേണ്ടത് നീയല്ല, അത് മറ്റൊരു വക്കീലാന്ന് പറഞ്ഞു കൊടുക്കും. എന്നാൽ നമ്മുടെ ആൾക്ക് അതും പറ്റുന്നില്ല. ആ ഒറ്റ ഒരുത്തം മതി ഇവിടെയുള്ള രാഷ്ട്രീയക്കാരെ വരെ താഴെയിടാൻ പറ്റുന്ന വലിയൊരു കേസാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ബോസിന് ദേഷ്യം വരും.
വരും. ഇതിപ്പോൾ എന്തിനാ ബോസിന് ദേഷ്യം വരുന്നതെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ ആരോ ബോസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നവനെ മാന്യമായിട്ട് ചോദ്യം ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടണമെന്ന്. സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ? വലിയ വലിയ ആളുകളാണ് ഈ വക്കീലന്മാരെ വരെ കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ പെട്ട ഒരാളാണ് ബോസ്. ബോസിന് അങ്ങേരുടെ ഇഷ്ടത്തിന് വലിയ വലിയ ചെറിയ ചെറിയ എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ രാത്രിയായപ്പോൾ ചോദ്യം ചോദിക്കാനുള്ളവനെ കൊണ്ടുവന്നു. എന്നാൽ ഹീറോയാണ് ചോദ്യം ചോദിക്കാനായിട്ട് ചെല്ലുന്നത്, അവനെ വിസ്തരിക്കാനായിട്ട് ചെല്ലുന്നത്. അവിടെ കാവൽ നിന്നവന്മാരോടെല്ലാം ഇപ്പം തന്നെ വീട്ടിലേക്ക് വിട്ടോ അല്ലെ കാറ്റും കൊണ്ട് പോരെന്ന് പറഞ്ഞാണ് ഹീറോ അകത്തേ കയറുക. എന്തായാലും ഹീറോ അകത്ത് കയറി ചോദ്യം ചെയ്യാൻ തുടങ്ങും. നീ ആ പോലീസുകാരനെ അടിക്കാൻ ഉപയോഗിച്ച ആ പൈപ്പില്ലായിരുന്നു, അത് ആ സൈറ്റിലുള്ള പൈപ്പല്ല, അതൊരിക്കലും സൈറ്റിലുള്ളതല്ല, അത് പുറത്തുനിന്ന് ആരോ കൊണ്ടുവന്നാണ്. അതിനവൻ പറയുന്നത് ഞങ്ങൾ പ്രകൃതി സംരക്ഷിക്കുന്ന ആളുകളാണ്, ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് 50 ദിവസത്തോളമായിട്ടുണ്ട്, അവിടുന്ന് എവിടുന്നോ എനിക്ക് കിട്ടിയൊരു കമ്പിയാണ്, അല്ലാതെ ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നാന്നൊന്നും പറയല്ലേ. റഷ്യയിൽ നിന്ന് പറക്കുന്ന ദേശാടന കിളികൾ 15 ദിവസം വെള്ളവും ഭക്ഷണവും ഇല്ലാതെ പറന്ന് വിശ്രമിക്കാനായിട്ട് ഇറങ്ങുന്ന സ്ഥലമാണ് ആ കൺസ്ട്രക്ഷൻ കമ്പനിക്കാർ കയ്യിലാക്കി വെച്ചിരിക്കുന്നത്. അവനെ മുഴുവനാക്കാൻ ഹീറോ സമ്മതിക്കില്ല. ഹീറോ ചോദിക്കും, പഠിപ്പിച്ച് വെച്ചതല്ല അതുപോലെ തന്നെ പറയുന്നുണ്ടല്ലോ. എടാ മണ്ട, ഒരു വക്കീലാവാനായിട്ട് 3 വർഷം ഞാൻ തയ്യാറെടുത്തു, 4 വർഷം കോളേജിൽ പഠിച്ചു, 4 വർഷം പരീക്ഷയ്ക്ക് വേണ്ടി കുത്തിയിരുന്ന് പഠിച്ചാണ് ഞാൻ ആ പരീക്ഷ പാസ്സായിട്ട് വക്കീലായിരിക്കുന്നത്. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള എന്നെ നീ ഇതുപോലെ ഒരു കള്ളക്കഥ പടച്ചു വിട്ട് പറ്റിക്കാനായിട്ട് ശ്രമിക്കുകയാണോ? നിന്നെ പോലെയുള്ളവന്മാരുടെ അണ്ണാക്കിൽ ആപ്പ് വെച്ച് അടിക്കാനാണ് ഞാൻ വക്കീലായിട്ടുള്ളത് തന്നെ. അവനോട് ഷർട്ട് ഊരി കാണിക്കാൻ പറയുമ്പോൾ അവനതിന് തയ്യാറാവുന്നില്ല. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഹീറോ ചെന്ന് അവനെ ഇടിയാൻ തുടങ്ങും. മതിൽ പറ്റിച്ച് പിടിച്ച് അവൻ്റെ ഷർട്ട് ഊരിയെടുക്കും. അന്നേരം ബോഡിയിലുണ്ട് മൊത്തം പച്ച കുത്തിയിരിക്കുന്നത്. ഇതുപോലെയുള്ള ഒരു ആക്ടിവിസ്റ്റ് എന്ന പ്രകൃതികളെല്ലാം സംരക്ഷിക്കുന്ന ഇതുപോലെയുള്ള മനസ്സുള്ള ഒരാളെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും പച്ച കുത്തില്ല. നിന്റെ ബോഡിയിൽ ആകമാനം ചിത്രപ്പണികളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നീ ഒരു ആക്ടിവിസ്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കണമെന്ന് ചോദിക്കും. എന്തായാലും കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ബാക്കി അടുത്ത ദിവസം ചോദിക്കാമെന്ന് വിചാരിച്ച് ഹീറോ തിരിച്ചു വരും. അടുത്ത ദിവസം രാവിലെ തന്നെ അലാറം വെച്ചുകൊണ്ടാണ് അവൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നത്. എണീക്കിടോ എന്ന് പറയുമ്പോൾ അവൻ എഴുന്നേൽക്കുന്നില്ല. അവൻ മരിച്ച പോലെ കിടക്കാണ്. അവൻ്റെ തല പൊക്കി നോക്കുമ്പോഴും മരിച്ച പോലെയാണ് ഇരിക്കുന്നത്. അവൻ്റെ ഞരമ്പ് തൊട്ട് നോക്കുമ്പോൾ അതൊന്നും ഇടിയുന്നില്ല. ഉറപ്പായി അവൻ മരിച്ചു കഴിഞ്ഞു. പുറത്തുനിന്ന് നോക്കി നിൽക്കുന്ന നോട്ടപ്പുള്ളിയോട് ഇവൻ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഇന്നലെ നൈറ്റ് ഷിഫ്റ്റിൽ ഞാൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോഴേക്ക് ആസ്മക്കാരൻ്റെ ബോഡി അവിടെ നിന്ന് വീണ് കഴിഞ്ഞു. അവൻ മരിച്ചെന്ന് ഉറപ്പായി. ഇത് വലിയ കേസായി. നാട്ടുകാർക്ക് എല്ലാവർക്കും വലിയ ആഘോഷമായിരിക്കും. നാട്ടുകാർക്കല്ല, ന്യൂസുകാർക്ക് എല്ലാവർക്കും വലിയ ആഘോഷമായിരിക്കും. കാരണം വലിയൊരു വക്കീലാണ് ഒരാളെ കൊന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വക്കീലിനെ നമ്മുടെ ഹീറോയെ പോലീസുകാർ പിടിച്ചു കഴിഞ്ഞു. അതേസമയത്ത് ഈ ന്യൂസ് കേൾക്കുന്ന നമ്മുടെ ഹീറോയുടെ ബോസിന്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരുന്നുണ്ട്. അങ്ങനെ അറിഞ്ഞ എന്തോ ഒരു കളി ചെയ്താണ് ഇതെല്ലാം. എന്നാൽ മീഡിയയുടെ മുന്നിൽ വന്ന് അങ്ങനെ പറയുന്നത് അവൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാനാണ് ഉത്തരവാദി, അതിന്റെ എല്ലാം ഉത്തരവാദിത്തവും ഞാൻ ഏറ്റെടുക്കാമെന്നാണ്. നാട്ടുകാരുടെ മുന്നിൽ അങ്ങേരാണ് ഇപ്പോൾ പുണ്യാളൻ. പിന്നെ കാണുന്ന ഹീറോയ്ക്ക് എതിരായിട്ട് ആളുകൾ കോടതിയിൽ മൊഴി കൊടുക്കുന്നതാണ്. ആ ആസ്മ രോഗിയുടെ കൂട്ടുകാരനാണ് മൊഴി കൊടുക്കാനായിട്ട് വരുന്നത്. നമ്മുടെ വക്കീൽ ചോദിക്കുന്ന വക്കീൽ ആരാന്ന് വെച്ചാൽ ജോ വക്കീലാണ്. ജോ വക്കീലിനെ മനസ്സിലായില്ലേ? നമ്മുടെ ഹീറോയെ പോലെ തന്നെ ഹീറോയ്ക്ക് ഒരു എതിരാളി എന്ന് പറയാൻ പറ്റിയിരുന്ന ഒരു വക്കീൽ. അങ്ങനെയാണ് ഹീറോയ്ക്ക് എതിരായിട്ടുള്ള ഈ കേസ് വാദിക്കുന്നത് തന്നെ. മൊഴി കൊടുക്കാൻ വന്ന കൂട്ടുകാരൻ പറയും അവൻ ആസ്മ രോഗമൊന്നും ഇല്ലായിരുന്നു, അവൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് പറയുക. ഇതിലും എന്തോ ഒരു വലിയ ചതി നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. എന്തായാലും ഹീറോക്ക് 15 വർഷമാണ് ജയിൽ ശിക്ഷ വിധിക്കുന്നത്. അങ്ങനെ ഹീറോയെയും കൊണ്ട് ബസ്സിൽ ജയിലിലേക്ക് വണ്ടി അങ്ങനെ വരികയാണ്. അവിടെ എത്തി പുറത്തിറങ്ങുമ്പോൾ തന്നെ ഹീറോ കുറച്ച് മുന്നേ ഒരുത്തനെ 20 വർഷത്തേക്ക് ജയിൽ ശിക്ഷയും വിധിച്ച് ജയിലിലേക്ക് പറഞ്ഞ് അയച്ചിരുന്നു. അവനവിടെ നോക്കി നിൽക്കുന്നുണ്ട്. വക്കീൽ സാറേ, നിങ്ങൾ വരുമെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നു, സത്യമാണോ എന്ന് എനിക്ക് കുറച്ച് സംശയമായിരുന്നു, എനിക്കിപ്പോൾ ബോധയായി, നമുക്കൊന്ന് കാണണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അതേസമയത്ത് ബോസ് കാറിൽ എങ്ങോട്ടോ പോവുകയാണ്. കാർ ഓടിക്കുന്നത് നമ്മുടെ നോട്ടപ്പുള്ളിയാണ്. അവൻ എന്തോ ഒരു പാക്കറ്റ് ബോസിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിനകത്തുണ്ടായിരുന്നത് ആ ഇൻഹീലറാണ്. അങ്ങനെ അതും എടുത്ത് പുറത്ത് വന്ന് ആ പാലത്തിൽ നിന്ന് താഴെയുള്ള പുഴയിലേക്ക് ഇട്ട് കളയും. അതേസമയത്ത് ഇവിടെ ഹീറോയെ പുതിയ സെല്ലിലേക്ക് കയറ്റി നിർത്തും. അതിലാരാന്ന് വെച്ചാൽ ഹീറോ 20 വർഷത്തേക്ക് പറഞ്ഞയച്ചിരുന്ന ഒരുത്തൻ ഇല്ലായിരുന്നു, അവന്റെ സെല്ലാണത്. നമ്മുടെ ആളെ കാണുമ്പോൾ തന്നെ ആ സ്വാഗതം അകത്തേക്ക് വരുവെന്ന് പറയും. ഹീറോ പറയും നമ്മളിനി ഇവിടെ കുറേ കാലം കഴിയേണ്ട ആളുകളാണ്, നമുക്കൊരു കൈ കൊടുത്തിട്ട് തുടങ്ങിയാലോ എന്ന് ചോദിക്കും. പിന്നെന്താ, കൈ കൊടുത്തിട്ട് എന്നെ തുടങ്ങാലോ എന്ന് പറയുമ്പോഴേക്ക് കൂടുതൽ ആളുകൾ എല്ലാവരും ഹീറോയെ പിടിക്കും. പിന്നെ ഇടിയാണ്. ഹീറോ തിരിച്ചും ഇടിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം തിരിച്ചു വാങ്ങാനേ ഹീറോക്ക് പറ്റുന്നുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിയമത്തിന്റെ എല്ലാ സംരക്ഷണങ്ങളോട് കൂടിയും ജീവിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് കള്ളക്കേസിൽ ജയിലിലേക്ക് എത്തുമ്പോൾ അങ്ങേർക്ക് ഇപ്പോൾ നിയമത്തിന്റെ ഒരു സംരക്ഷണവും ഇല്ല. അങ്ങനെയുള്ള അങ്ങേർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏത് സമയത്തും ഇടിയാണ്. ചുറ്റുമുള്ള ആളുകൾ പിടിച്ച് ഇടിയോടിടിയാണ്. ഹീറോക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദിവസങ്ങൾ അങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഹീറോക്ക് അവിടെ പല ജോലികളുണ്ട്. തയ്യൽ ജോലി ചെയ്യുന്ന സമയത്തും ഹീറോക്ക് കൺട്രോൾ കിട്ടുന്നില്ല, ശ്രദ്ധ കിട്ടുന്നില്ല. അങ്ങനെ സൂചിയും നഖത്തിൽ കയറി അതിന് പ്ലാസ്റ്റർ ഇട്ട് എന്നിരുന്നാലും ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയും. ഇതുപോലുള്ള ഒരു ജീവിതം ഹീറോക്ക് ജീവിച്ച് തീർക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടി വിയിൽ കാണുന്നത് ആ കൺസ്ട്രക്ഷൻ കമ്പനി അവിടെ പുതിയ റിസോർട്ട് തുടങ്ങാനുള്ള കൺസ്ട്രക്ഷൻ തുടങ്ങി. അതിന്റെ തറക്കല്ല് ഇട്ട് കഴിഞ്ഞു. അവിടേക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്ന തന്നെ നമ്മുടെ ബോസാണ്. ഇതെല്ലാം കാണുന്ന ഹീറോക്ക് അറിയാം അങ്ങേര് തന്നെയാണ് ഹീറോക്ക് ഇമാതിരി പണി കൊടുത്തിട്ടുള്ളതെന്ന്. എന്നിരുന്നാലും ഹീറോ അന്ന് രാത്രി ആരും കാണാതെ പുനർവിചാരണയ്ക്കുള്ള ഒരു ചെറിയ ഫോം ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അന്ന് ബോസ് എന്താണ് ഹീറോയോട് കാണിച്ചതെന്ന് നമ്മൾ കാണുന്നത്. അന്ന് ജയിലിലേക്ക് ഹീറോയെ കാണാനായിട്ട് ബോസ് വന്നിരുന്നു. ഹീറോ ചോദിക്കും എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന്. കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഞാൻ അവനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവൻ ആസ്മയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ഇൻഹീലർ ഉപയോഗിച്ചിരുന്നു. പക്ഷെ അടുത്ത ദിവസം അത് അവിടെ കാണാൻ തന്നെ പറ്റിയില്ല. അത് ആരോ അവിടെ നിന്ന് എടുത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട്, അത് നശിപ്പിച്ചിട്ടുണ്ട്. ബോസ് പറയും അവന്റെ കൂട്ടുകാരൻ തന്നെ വന്നിട്ട് അവൻ ആസ്മ
കുഴപ്പമില്ലാന്ന് അവിടെ നിന്ന് മൊഴി കൊടുക്കുന്നത് നീ കേട്ടല്ലേ, പിന്നെ എന്തിനാ ഇതിന്റെ പിന്നാലെ നടക്കുന്നത്? നിന്നെ പുറത്തിറക്കണം എന്നുണ്ടെങ്കിൽ ആകെ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, നീ കേസിൽ നീ തന്നെയാണ് ഈ കൊല ചെയ്തെന്ന് സമ്മതിക്കുക. ഹീറോക്കറിയാം സമ്മതിക്കാൻ പറയുന്നതിൽ തന്നെ എന്തോ ഒരു ദുരൂഹതയുണ്ട്, പക്ഷെ എന്തായാലും ജയിലിലേക്ക് പോകാനുള്ളതാണ്, അതുകൊണ്ട് സമ്മതിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, സമ്മതിച്ചാലും ഇല്ലെങ്കിലും ജയിലിലേക്ക് പോകാനുള്ളതാണ്. ചിലപ്പോൾ ബോസ് അങ്ങേരുടെ പിടിപാട് വെച്ച് എന്തെങ്കിലും ചെയ്തു തരുമെന്ന് വിചാരിച്ച് അടുത്ത ദിവസം കോടതിയിൽ ഞാനാണ് ഈ കൊല ചെയ്തതെന്ന് ഹീറോ സമ്മതിക്കും. ഹീറോക്കെതിരായിട്ട് കേസ് വാദിക്കുന്ന ആരാന്ന് വെച്ചാൽ ജോ വക്കീലാണ്, ഹീറോയുടെ എതിരാളിയാണ്. എന്തായാലും ഹീറോ കുറ്റം സമ്മതിച്ചു കഴിയുമ്പോൾ ബോസ് പിന്നെ മെയിൻ ചെയ്യില്ല. അവിടുന്ന് തന്നെ ഹീറോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളല്ല എന്നെ രക്ഷിച്ചു തരാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് ബോസിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും ഹീറോയെ പിടിച്ചു വെക്കുകയാണ് ചെയ്തത്. അങ്ങനെ ജോ വക്കീലാണ് ഹീറോക്ക് 15 വർഷത്തേക്കുള്ള ജയിൽ ശിക്ഷ അനുവദിച്ചു ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെയാണ് ഹീറോ ജയിലെത്തിയത്. എന്തായാലും നമ്മുടെ ആള് പുനർവിചാരണയ്ക്കായിട്ടുള്ള ഫോം കൊടുത്തു കഴിഞ്ഞു. എന്നാൽ അന്ന് രാത്രി നമ്മുടെ വാർഡൻ ഹീറോയെ വിളിക്കും, പുറത്തേക്ക് വിളിച്ചു കൊണ്ടുവരും. നീ തന്നെയാണ് ഇതുപോലൊരു തെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ എന്തിനാണ് ഇതുപോലെ ഒരു പുനർവിചാരണ നടത്തുന്നതെന്ന് പറഞ്ഞ് ആ ഫയല് ആ ഫോം അവിടെ തന്നെ ഇട്ടിട്ട് അങ്ങേര് പോകും. ജയിൽ വാർഡനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് നമ്മുടെ ബോസാണ്. അങ്ങേര് കുറച്ച് നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു ഇതുപോലൊരു പുനർവിചാരണയ്ക്കുള്ള ഫോം പുറത്തേക്ക് വന്നിട്ടുണ്ട്, അതങ്ങ് കീറി കളയാനായിട്ട് പറഞ്ഞാണ്. അങ്ങനെ അടുത്ത ദിവസം ഹീറോ പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 പോലീസുകാർ വന്ന് ചോദിക്കും ഇവിടെ റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്ത് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന്. 2 പേര് അപ്പോൾ തന്നെ അവിടേക്ക് വന്ന് കൈപൊക്കി കാണിക്കും. അവർ റിയൽ എസ്റ്റേറ്റിൽ പണി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പണി എടുത്തിട്ടില്ല, പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ തരികിട പരിപാടികളിൽ പണിയെടുത്തിട്ടുണ്ട്. പോലീസുകാർ പറയും ഞങ്ങൾക്ക് തട്ടിപ്പ് നടത്തുന്നവന്മാരല്ല വേണ്ടത്, റിയൽ എസ്റ്റേറ്റിൽ പണിയെടുത്ത ആളുകളാണെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് തിരിച്ചു പോകാൻ നേരത്തെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, എന്തോ ഫയലിനെ കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോ ഞാൻ റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്താന്ന് പറയുമ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലാവുക ഇവരൊരു വക്കീലായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് നമ്മൾ മറന്നുപോയെന്ന് വിചാരിച്ച് ഹീറോയും കൊണ്ട് അവർ പോകും. എന്തോ ഒരു സ്വത്തിടപാട് കേസിൽ ആ പോലീസുകാരന് കിട്ടേണ്ട കാശ് മറ്റാരോ തട്ടിയെടുത്തു, അതെങ്ങനെയും തിരിച്ചു കിട്ടുമെന്ന് ചോദിക്കാനാണ് വന്നിട്ടുള്ളത്. ഹീറോ അതിനുള്ള ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും, ഒരു ട്രിക്ക് പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഈ നിയമ സംവിധാനത്തിലുള്ള ചെറിയ ചെറിയ ലൂപ്പ് ഹോൾസ് എല്ലാം ഹീറോക്ക് അറിയാം. അവിടെ കൊറിയയിലുള്ള നിയമത്തിന്റെ കേട്ടോ, നമ്മുടെ നാട്ടിലുള്ളതല്ല. ആ ലൂപ്പ് ഹോൾസ് എല്ലാം വെച്ച് ആ കാശ് എങ്ങനെ നമ്മുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം ഹീറോ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾക്ക് സന്തോഷമായി. കൂടെ തന്നെ ഉണ്ടായിരുന്ന പോലീസുകാരനും മറ്റൊരു കേസ് കൂടി ചോദിക്കുന്നുണ്ട്. ശരിയാക്കി തരാം, പക്ഷേ നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്തു തരണമെന്ന് നമ്മുടെ ഹീറോ പറയും. പിന്നെ കാണുന്നത് ഹീറോയുടെ സെല്ലിൽ ഉണ്ടായിരുന്ന ആ റൗഡി ഇല്ലായിരുന്നോ, ഹീറോയെ എപ്പോഴും എടുത്തിട്ട് അടിക്കുന്ന ആ റൗഡി, അയാളെ പോലീസുകാരെല്ലാവരും കൂടെ പിടിച്ച് അടുത്ത സെല്ലിലേക്ക് മാറ്റുന്നതാണ്. ഇനി എന്തായാലും ഹീറോ സേഫാണ്. അങ്ങനെ ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. 5 വർഷമൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോയി. ജയിലിലേക്ക് പുതിയ തടവുപുള്ളികളെ കൊണ്ടുവരികയാണ്. 4-5 ഉണ്ട്. അവർ പുറത്ത് വന്നിറങ്ങുമ്പോൾ അതിലൊരുത്തൻ മാത്രം വലിയ പ്രശ്നമൊന്നുമില്ല. അവൻ ഈ ജയിലൊക്കെ കുറേ കണ്ട പോലെയാണ് നിൽക്കുന്നത്. അവനെ കണ്ടാൽ വിചാരിക്കും ഫുട്ബോൾ കളിക്കാൻ വൈകുന്നേരം ഗ്രൗണ്ടിൽ വന്ന് നിൽക്കാന്ന്. എന്തായാലും അവൻ സെല്ലിനകത്തേ കയറി വരും. അപ്പം തന്നെ അവനെ കാണാനായിട്ട് അവൻ്റെ കാമുകിയും അങ്ങോട്ട് വരുന്നുണ്ട്. അവൾ പറയും നീ ഒരിക്കലും ജയിലിൽ പോകേണ്ട ഒരുത്തനല്ല, നീ പെട്ടെന്ന് തന്നെ പുറത്ത് വരണം, അതിനുള്ള എല്ലാ പരിപാടിയും ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനവൻ പറയും അവൻ്റെ പേര് ലീ എന്നാണ്. ലീ പറയും നീ ആരാ, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്ന്? അത് കേൾക്കുന്ന അവൾക്ക് വിഷമാവുന്നുണ്ട്. നീ എന്താ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ലീ പറയും എൻ്റെ പൊന്നു മോളെ, ഞാനൊരു തെണ്ടിയാണ്, ഞാൻ എപ്പോഴാണ് ഇങ്ങനെ ജയിലിലേക്ക് പോകാമെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ US പോയിട്ട് പെൻസിൽവാനിയയിൽ പഠിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ എനിക്ക് വേറെ വിവരമൊന്നുമില്ല. ഈ നാട്ടുകാരെല്ലാവരും കൂടെ എന്നെ പറ്റിച്ചു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ എന്നെ ഒഴിവാക്കിയിട്ട് മറ്റേതെങ്കിലും ഒരുത്തൻ ഇഷ്ടപ്പെട്ട് അവൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. എന്നാലും അവൾ സമ്മതിക്കില്ല. എൻ്റെ അച്ഛൻ പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്, അവൾ വലിയൊരു കാശുകാരൻ്റെ മകളാണ്. എൻ്റെ അച്ഛൻ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്, അതുണ്ടാക്കി കഴിഞ്ഞാൽ അത് എനിക്ക് കിട്ടും, അത് വെച്ച് നമുക്ക് ചെറിയ ബിസിനസ് തുടങ്ങി ജീവിക്കാം. അതിനായിട്ട് നീ പുറത്ത് വരുന്നവരെ ഞാൻ കാത്തു നിൽക്കും. അത് കേൾക്കുന്നവന് കരച്ചിൽ വരുന്നുണ്ട്. നീ എന്തിനാടി എന്നെ മാത്രം ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് അവൻ ജയിലിനകത്തേക്ക് കയറി വരുന്നത്. അകത്തെത്തി കുറച്ച് കഴിയുമ്പോൾ അവൻ പിന്നെ ചിരിക്കുകയാണ് ചെയ്യുന്നത്. കൂടെയുള്ള കുറേ ആളുകൾ ജയിലിലുണ്ട്. ഹേയ് ബഡീസ്, എന്തൊക്കെ സുഖമല്ലേ എന്ന് ചോദിച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലും. അതിലൊരുത്തൻ ചോദിക്കും നിന്നെ കാണാനായിട്ട് ഇന്നൊരു കിളി വന്നെന്ന് കേട്ടല്ലോ, നിനക്ക് മാത്രം എങ്ങനെ ഇതെല്ലാം സാധിക്കുന്നത്, ഞങ്ങൾക്കൂടെ ഒന്ന് പഠിപ്പിച്ച് തരുമോ? ലീ പറയും നമ്മൾ ഇതുപോലെയുള്ള ഉഡായിപ്പ് പരിപാടിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കയ്യിലുള്ള എല്ലാം ഉപേക്ഷിക്കും, പക്ഷെ നമ്മൾ ഉപേക്ഷിക്കാൻ മറന്നു പോകുന്ന ഒരു സാധനമുണ്ട്, നമ്മളെ തന്നെ ഉപേക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു മനുഷ്യനാവാൻ പറ്റും. അപ്പോഴാണ് ദൂരെ ഒരു ആൾക്കൂട്ടം അവൻ കാണുന്നത്. അതെന്താ കുറച്ച് ആളുകളുടെ കൂട്ടമെന്ന് ചോദിക്കുമ്പോൾ കൂടെയുള്ള ആൾ പറഞ്ഞു കൊടുക്കും അത് 9ാം സെല്ലിലെ വക്കീലും ടീമുമാണ്, അവരുടെ അടുത്തൊന്നും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല. അന്നേരമാണ് നമ്മുടെ ഹീറോയെ കാണുന്നത്. ഹീറോ ഇപ്പോൾ താടിയൊക്കെ വെച്ചിട്ടുണ്ട്, ഡിവൈൻ മൂവ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിവൈൻ മൂവ് സിനിമയുടെ പേരാണ്, ആ ഗെയിമിൻ്റെ പേരും ഡിവൈൻ മൂവ് ആണോ എന്ന് എനിക്ക് അറിയില്ല. അന്നേരം വേറൊരു ജയിൽ പുള്ളി വന്ന് പറയും എനിക്കൊരു കേസ് പറയാനുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാലും എനിക്ക് സോൾവ് ചെയ്ത് തരാൻ പറ്റുമോ? ഹീറോ പറയും എൻ്റെ മോന്തൊക്കെ നോക്കി സംസാരിക്കരുത്. അങ്ങനെ അയാൾ അട്ടത്തേക്ക് നോക്കിയാണ് സംസാരിക്കുന്നത്. എൻ്റെ ജോലിക്കാരിൽ ഒരുത്തൻ എൻ്റെ മകളെ പീഡിപ്പിച്ചു, ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. ഞാൻ കൊട്ടേഷൻ ആളുകളെ വിട്ടിട്ട് അവനെ കൊല്ലിക്കുകയാണ് ചെയ്തത്. ഹീറോ ചോദിക്കും നിങ്ങളുടെ എതിർഭാഗം വക്കീലിൻ്റെ കയ്യിൽ നിങ്ങൾ കൊട്ടേഷൻ ആളുകൾക്ക് കാശ് കൊടുത്താണ് അയാളെ കൊല്ലിച്ചെന്നുള്ളതിൻ്റെ എന്തെങ്കിലും തെളിവുണ്ടോന്ന്. അങ്ങനെ ഒരു തെളിവില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെയുള്ള ഒരു കൊട്ടേഷൻ ടീമിനെ വേറെ കണ്ടുപിടിക്കുക, അവർക്ക് കാശ് കൊടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഒരാളെ കൊല്ലാനായിട്ട് അവരെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് അവരെ കൊണ്ട് കോടതിയിൽ മൊഴി പറയിപ്പിക്കണം. അങ്ങനെ പറയിപ്പിച്ച കോടതിക്ക് ആ മൊഴി സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അതിനെതിരായിട്ടുള്ള ഒരു തെളിവ് അവരുടെ കയ്യിലില്ല. ഓക്കെ, മനസ്സിലായോ? എന്നിട്ട് വേറെയും 2-3 ലൂപ്പ് ഹോൾസ് എല്ലാം പറയും, നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസ് എല്ലാം പറഞ്ഞിട്ട് അയാളോട് അവസാനം പറയും നിങ്ങളുടെ മകളുടെ പ്രശ്നങ്ങളും അവളുടെ
മാനസികാവസ്ഥയും എല്ലാം കണക്കിലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി 3 മാസം കൂടിയേ ജയിലിൽ നിൽക്കുമെന്ന് പറയും. അത് കേൾക്കുന്ന അയാൾക്ക് സന്തോഷമാവും. ഇങ്ങനെ വലിയൊരു ഉപകാരമാണ് ഇപ്പോൾ ഹീറോ ചെയ്തിരിക്കുന്നത്. കാരണം അയാൾ പുറത്ത് വലിയൊരു ബിസിനസ്മാനാണ്. എന്നാൽ ഇത് കാണുന്ന ലീക്ക് അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഹീറോയെ കാണുമ്പോൾ തന്നെ അവനെ തീരെ ഇഷ്ടപ്പെടില്ല. അത് കഴിഞ്ഞാൽ എല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാർഡൻ ഹീറോയെ കാണാനായിട്ട് വരും. നീ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ കേസിൽ വാദിച്ചിട്ടോ, നമ്മൾ ആ കേസിൽ വിജയിച്ചിരിക്കുന്നു, നിനക്ക് ഒടുക്കത്തെ ബുദ്ധിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഹീറോക്ക് കുറച്ച് പത്രം കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ പത്രത്തിന് അടിയിലായിട്ട് കുറേ സിഗരറ്റുകൾ വെച്ചിട്ടുണ്ട്. ഹീറോ ഇപ്പോൾ ജയിലിൽ വാർഡന് വേണ്ടപ്പെട്ട ഒരാളാണ്. ഇതുപോലെയുള്ള പല കേസുകളും സോൾവ് ചെയ്യാനായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം ഹീറോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ളവരോട് എല്ലാവരോടും ജോലി ചെയ്യാനും പറഞ്ഞ് ഹീറോക്ക് ചായ കൊടുക്കാനായിട്ട് അവർ അകത്തേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ഹീറോ ഒരു VIP ജയിൽ പുള്ളിയാണ് അവിടെ. അന്ന് ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള സമയത്ത് ഹീറോക്ക് കിട്ടിയിരുന്ന സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോ വലിക്കില്ല. ഹീറോ ഇപ്പം 5 വർഷമായി സിഗരറ്റ് വലിയെല്ലാം നിർത്തിയിട്ട്. അന്നേരമാണ് അങ്ങോട്ട് ലീ കയറി വരുന്നത്. അവൻ കയറി വരുമ്പോൾ തന്നെ ഇതെന്താ ദേവലോകമാണോ എന്ന് വിചാരിക്കും. അത്രയും പുകയുണ്ട് ആ റൂമിലെല്ലാം നിറഞ്ഞു കിടക്കുന്നത്. അവൻ്റെ ബഡ്ഡീസിൻ്റെ അടുത്ത് വന്നിരുന്ന് നിങ്ങളെല്ലാവരും ഈ ചീള് സാധനമാണോ വലിച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് അവൻ അതും വാങ്ങിയിട്ട് വലിക്കും. അന്നേരമാണ് TV-യിൽ ദേശാടന പക്ഷികളെ കുറിച്ച് കാണിക്കുന്നത്. അത് കാണുന്ന ലീ കൂടെയുള്ള ബഡ്ഡീസിനോട് പറയും, ഈ ദേശാടന പക്ഷികളെ കുറിച്ച് നിങ്ങൾക്ക് എന്തായാലും അറിയോ? അവറ്റകൾ റഷ്യയിൽ നിന്ന് യാത്ര ആരംഭിച്ച പിന്നെ 15 ദിവസം ഭക്ഷണവും വെള്ളവും ഒന്നും കഴിക്കാതെ പറന്ന് നമ്മുടെ കൊറിയയിൽ വന്നാണ് റെസ്റ്റ് എടുക്കുന്നത്. ഈ കഥ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹീറോ സ്പോട്ട് ചെയ്യും. ഇതിനു മുന്നേ ആ ആസ്മയുള്ള ആളുടെ അടുത്ത് നിന്നാണ് ഈ കഥ ഹീറോ കേട്ടിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ലീഡ് എടുത്ത് ചെന്ന് അവൻ്റെ കോളറിൽ പിടിച്ച്, നീ ഈ കഥ എവിടെ നിന്ന് കേട്ടാണ്? ഇതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥയാണെന്ന് പറഞ്ഞ് അവനെ ചുമരിലേക്ക് പിടിച്ച് കൂട്ടാനായിട്ട് കൊണ്ടുപോകും. പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഹീറോക്ക് ദേഷ്യം വരും. ലീ പറയും, വാട്ട് ആർ യു ഡൂയിങ് മാൻ? ഞാൻ US-ൽ പെൻസിൽവാനിയയിൽ പഠിച്ച ആളാണ്. അവിടെ പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് പല ടീമുകളുണ്ട്. ഞാൻ അതിലൊരു അംഗമാണ്. പെൻസിൽവാനിയയിലൊക്കെ ഒരു വേസ്റ്റ് താഴെ ഇട്ടാൽ തന്നെ വധശിക്ഷ വരെ കിട്ടാൻ ചാൻസുള്ള ഒരു കേസാണിത്. ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തറിയാന്ന് പറഞ്ഞ് ഹീറോയുടെ സിഗരറ്റും താഴെയിട്ട് അവൻ അവിടെ നിന്ന് പോവും. അവൻ നേരെ ചെല്ലുന്നത് അവൻ്റെ വക്കീലിനെ കാണാനായിട്ടാണ്. അവൻ വെച്ചൊരു വക്കീലല്ല. ഇതുപോലെ വക്കീലിനെ വെക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഗവൺമെന്റ് തന്നെ ഒരു വക്കീലിനെ വെച്ച് കൊടുക്കും. അതുപോലെയുള്ളൊരു വക്കീലാണ് വന്നിരിക്കുന്നത്. അയാൾ പറയുന്നത്, ഈ കേസിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ ഈ കുറ്റം അങ്ങ് സമ്മതിച്ചേക്ക്. 5 വർഷം ജയിലിൽ കിടന്ന് തിരിച്ചു വരും. അതേപ്പോൾ നിനക്ക് പറ്റുന്ന പരിപാടിയുള്ളൂ. അപ്പോഴാണ് ഹീറോ ആ റൂമിലേക്ക് കയറി വരുന്നത്. ഹീറോയെ കാണുമ്പോൾ തന്നെ ആ വക്കീൽ എഴുന്നേറ്റ് നിൽക്കും. എനിക്കറിയാം, നിങ്ങൾ ആ വക്കീലല്ലേ എന്ന് ചോദിക്കും. ഇതെല്ലാം കണ്ട് ലീ ഇതെന്താണെന്ന് മനസ്സിലാവാതെ ഇരിക്കുകയാണ്. ലീയുടെ പേരിൽ വന്നിരിക്കുന്ന കേസ് വഞ്ചനാ കുറ്റമാണ്. ആരോ ഒരാളെ പറ്റിച്ച് അവൻ കുറച്ച് കാശ് കയ്യിലാക്കി. അവൻ്റെ കേസ് ഫയൽ വായിച്ച് നോക്കുന്ന ഹീറോ പറയും, നിനക്ക് 1998 വന്നിരിക്കുന്ന ഒരു നിയമം ഓർമ്മയുണ്ടോ? ഒരാൾ ആഗ്രഹമോ ഒരു മോട്ടീവോ ഒന്നുമില്ലാതെ മറ്റൊരാളെ വഞ്ചിക്കുന്നത് ഒരു വഞ്ചനാ കേസായിട്ട് എടുക്കാൻ പറ്റില്ല. അത് അങ്ങനെ എന്തൊക്കെയാണ് അവർ പറയുന്നത്. അത് സത്യമായിട്ട് എന്താന്ന് വെച്ചാൽ ലീ കുറച്ച് പേരെ വഞ്ചിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവർ കുറച്ച് ആളുകൾ ലീഡ് അടുത്ത് വന്ന് വഞ്ചിക്കപ്പെട്ടതുപോലെയാണ്. അവൻ അങ്ങോട്ട് പോയിട്ടില്ല, അവരിങ്ങോട്ട് വന്ന് പെട്ടതാണ്. ലീ അവരോട് പറഞ്ഞിരുന്നത് അവൻ US-ൽ പെൻസിൽവാനിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അവിടെ വലിയൊരു നിക്ഷേപമൊക്കെ ഉണ്ടെന്നാണ്. ശരിക്കും അവൻ ഈ പഞ്ചായത്ത് തന്നെ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. ഈ കേസ് സോൾവ് ചെയ്യാനായിട്ടുള്ള ചെറിയ ചെറിയ ചിച്ചിലി പരിപാടികൾ ഹീറോ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് വക്കീലിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങളും കൂടെ ലീക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ അവൻ ഹീറോയെ കാണാനായിട്ട് സെല്ലിനകത്തേക്ക് വരുമ്പോൾ വലിയ ബഹുമാനമൊന്നും മുഖത്തില്ല. എന്നാൽ അകത്ത് കയറി വരുമ്പോഴാണ് ഹീറോ അവിടെ കോഴി പൊരിച്ചതും പെപ്സിയും എല്ലാം കുടിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കാണുക. അത് കാണുന്ന നേരത്ത് അവന് ചെറിയൊരു ബഹുമാനമൊക്കെ മുഖത്ത് വരും. ഹീറോ പറയും, എടാ പെൻസിൽവാനിയെ, നീ പെൻസിൽവാനിയ പോയിട്ട് ഒരു ഫ്ലൈറ്റിൽ പോലും കയറിയിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നീ അവിടെ വെച്ചൊരു കഥ പറഞ്ഞിരുന്നു. അത് നീ എവിടെ നിന്നാണ് കേട്ടെ? അതെനിക്ക് പറഞ്ഞു തന്നെ. എനിക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചെയ്തു തരാണെങ്കിൽ ഈ കേസിൽ നിന്ന് ഞാൻ നിന്നെ പുറത്തേക്ക് സുഖമായിട്ട് ഇറക്കി തരാം. ശരിക്കും ലീയുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പണക്കാരുടെ പെൺകുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, പാവം പെൺകുട്ടികൾ, അവരെല്ലാം ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി കൂടെ അവരെ സ്നേഹിച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് പൈസ എല്ലാം കട്ടെടുക്കുക, പിടുങ്ങുക. അതാണ് അവൻ്റെ പരിപാടി. അവൻ്റെ പേരിൽ ഇപ്പം തന്നെ 10ഓളം ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം വെച്ചോണ്ട് അവന് സിമ്പിളായിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് അവന് തന്നെ അറിയാം. എന്തായാലും ഈ കഥ പറഞ്ഞു കൊടുക്കാമെന്ന് അവൻ വിചാരിക്കും. ഞാനെല്ലാം പറഞ്ഞുതരാം, പക്ഷെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഹീറോയുടെ പെർമിഷൻ ഒന്നും ചോദിക്കാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു കോഴി കഷ്ണം കടിച്ചോണ്ടാണ് അവൻ ആ കഥ പറഞ്ഞു കൊടുക്കുക. 5 വർഷം മുന്നേ അവൻ്റെ ഇതുപോലെയുള്ള തരികിട പരിപാടികളെല്ലാം പ്ലാൻ ചെയ്യുന്ന സമയത്താണ് ഏതോ ഒരു കമ്പനി ക്ലാസ് കേൾക്കാനായിട്ട് ആളുകളെ വിളിക്കുന്നത്. ക്ലാസ് അവിടെ പോയി കേട്ട് കഴിഞ്ഞാൽ കുറച്ച് കാശ് അവർ കയ്യിൽ കൊടുക്കും. കാശിന് കുറച്ച് ആവശ്യം ഉണ്ടായതുകൊണ്ട് അത് നല്ല പരിപാടിയാണെന്ന് അവന് തോന്നി. അങ്ങനെ അവൻ ആ ക്ലാസ്സിന് അവിടെ പോയി ഇരിക്കുകയും ചെയ്യും, കാശ് വാങ്ങുകയും ചെയ്യും. അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് പക്ഷിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും അങ്ങനെ പല പല കാര്യങ്ങളാണ്. അങ്ങനെ ഒരിക്കൽ ഏതോ കുറേ പ്രകൃതി സ്നേഹികൾ സമരം ചെയ്യുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ കയറ്റി വിട്ടു. ഞങ്ങൾ അവിടെ നിന്ന് അടി ഉണ്ടാക്കാനാണ് പറഞ്ഞിരുന്നത്. അവിടെ നിന്ന് ഒരുത്തൻ ഒരു പോലീസുകാരൻ്റെ തലക്കൊക്കെ അടിച്ചിരുന്നു. അതൊക്കെ എന്നോ കഴിഞ്ഞ കാര്യമാണ്. ഇത് കേൾക്കുന്ന ഹീറോ പറയും, ഈ കേസിൽ നിന്ന് നിനക്ക് പുറത്തിറങ്ങണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതിന് ഞാൻ സമ്മതിക്കില്ല, നിന്നെ ഞാൻ പുറത്തിറക്കിയിരിക്കും. അങ്ങനെ അന്ന് മുതൽ ഹീറോ അവനെ പുറത്തിറക്കി കൊടുത്താൽ അവൻ ഹീറോക്ക് തിരിച്ചും എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണ്ടേ. അതിനുള്ള കാര്യങ്ങളാണ് അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നീ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫേസ് ചെയ്യാൻ പോകുന്നത് 3 തരം ആളുകളെ ആയിരിക്കും. അതിലൊന്ന് ഗ്യാങ്സ്റ്റേഴ്സ്, 2 വക്കീലന്മാർ, 3 രാഷ്ട്രീയക്കാർ. ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന ആരാന്ന് വെച്ചാൽ ഹീറോയുടെ ബോസ് തന്നെയാണ്. അങ്ങനെ വക്കീൽ പരിപാടിയെല്ലാം നിർത്തിവെച്ചിട്ട് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സ്വന്തമായിട്ട് ഒരു പാർട്ടിയും തുടങ്ങിയിട്ട് ഇപ്പോൾ ഇലക്ഷനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബോസിനെയും അവൻ നേരിടേണ്ട ആവശ്യമുണ്ട്. ആദ്യം തന്നെ ഹീറോ അവനെ പഠിപ്പിക്കുന്നത് ജോ വക്കീലിൻ്റെ ഒപ്പിടാനാണ്. അത് ഇട്ട് പഠിക്കാനായിട്ട് അവൻ കുറച്ച് പാടുപെടുന്നുണ്ട്. അതാണെങ്കിൽ എന്തോ കമ്പിവേലിയെല്ലാം കെട്ടിവെച്ചതുപോലെയുള്ള ഒരു ഒപ്പു. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവൻ അതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി അവന് പുറത്തിറങ്ങാനുള്ള സമയം അടുത്തോണ്ടിരിക്കും.
ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹീറോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ കുറച്ച് ഈസ്റ്റർ മുട്ടകളുമായിട്ട് വരുന്നത്. ഐ ലവ് യു എന്ന് ഹീറോയോട് പറയും. അത് അങ്ങനെ ഒരു തന്നെ വന്ന സമയത്ത് അവന് ഹീറോയെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ ഒരു ചേട്ടൻ അനിയൻ ബന്ധം തന്നെ അവൻ ഹീറോ ആയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നാൽ കഴിക്കുന്ന മുട്ടയെല്ലാം ഹീറോ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഹീറോയുടെ കൂടെ നടക്കുന്ന ആളോട് പറയും. എന്നിട്ട് ലിയോയോട് പറയും, നിന്നെ കാണുമ്പോൾ തിരക്കേടില്ല, നല്ലൊരു പയ്യൻ, നല്ല ചന്തമുള്ളൊരു പയ്യൻ, പിന്നെ എങ്ങനെയാണോ നീ ഇതുപോലെയുള്ള തട്ടിപ്പും വെട്ടിപ്പൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ച്. ലീ പറയും, നിങ്ങൾക്കറിയോ കൊറിയയിലെ നീറ്റ് പരീക്ഷയിൽ 38ാം റാങ്കാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്, രാജ്യത്ത് 38ാമത്തെ റാങ്ക്. പക്ഷേ എന്ത് ചെയ്യാൻ, പഠിക്കുന്ന സമയത്ത് തന്നെയാണ് അച്ഛൻ മരിക്കുന്നത്. പിന്നെ അനിയനും അമ്മയും മാത്രം. അവരെ നോക്കാനായിട്ട് ഈ മോന്തയും വെച്ച് എനിക്ക് വേറൊരു പരിപാടിയും ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് അവൻ ഹീറോയോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കും, നിങ്ങൾ ഇത്രയും കാലം ഈ ജയിലുണ്ടായിട്ടും നിങ്ങളെ കാണാനായിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല, നിങ്ങൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലേ? നമ്മുടെ ആളാണെങ്കിൽ അത് മെയിൻ ചെയ്യുന്നില്ല. അത് കാണുന്ന ലീ പറയും, സോറി നിങ്ങളെപ്പോലെയുള്ളമാർക്കൊക്കെ ആര് പെണ്ണ് തരാനാ, എന്നോട് ക്ഷമിക്കണം. ഹീറോ അവൻ്റെ തലക്കിട്ട് ഒരു അടി കൊടുക്കാൻ നോക്കുമ്പോൾ അവൻ താഴ്ന്നു കളയും. അങ്ങനെ അടുത്ത ദിവസമായി നമ്മുടെ ലീയുടെ ഹിയറിംഗ് ആണ് നടക്കുന്നത്. നമ്മുടെ ഹീറോ പറഞ്ഞ പോലെ തന്നെ വക്കീൽ അവിടെ ചെന്ന് വാദിച്ചതുകൊണ്ട് തന്നെ ലീക്ക് സുഖമായിട്ട് കേസിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും. അവൻ ആദ്യം തന്നെ കാണാൻ വരുന്ന ഹീറോയാണ്. ഞാൻ നാളെ പുറത്തിറങ്ങാൻ പോവാണെന്നുള്ള കാര്യം അവൻ ഹീറോയുടെ അടുത്ത് വന്ന് പറയും. അന്നേരം ഹീറോ അവന് തിരിച്ചൊരു ലിസ്റ്റ് കൊടുക്കും. പണ്ട് ഹീറോക്കെതിരെ 5 വർഷം മുന്നേ ഹീറോക്കെതിരെ കള്ളസാക്ഷി കൊടുത്തിരുന്നവന്മാരുടെ എല്ലാം നമ്പർ അതിലുണ്ട്. അവരെല്ലാം തേടി പിടിച്ച് ഹീറോ പറഞ്ഞു കൊടുത്തതുപോലെയുള്ള ഒരു പണി അവൻ അവരുടെ അടുത്ത് ചെന്ന് ചെയ്യണം. അവൻ അതെല്ലാം ചെയ്യും, ഉറപ്പാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതെന്തായാലും ചെയ്യുന്ന അവൻ ഉറപ്പ് കൊടുക്കും. അവൻ കാൽക്കൽ വീണ് മുട്ടിൽ വീണാണ് ഇതെല്ലാം പറയുക. നമ്മുടെ ആളിതൊന്നും മെയിൻ ചെയ്യില്ല. എന്നാലും അവൻ പിന്നാലെ വന്ന് നമ്മുടെ ആൾക്ക് മസാജ് എല്ലാം ചെയ്തു കൊടുക്കും. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ നമ്മുടെ ലീ പുറത്തിറങ്ങി അവൻ്റെ ലുക്ക് കണ്ട പിന്നെ അവനൊരു ഉഡായിപ്പുകാരനാണെന്ന് കണ്ടാൽ തോന്നിയേയില്ല. അവനിപ്പോൾ ചെന്നിരിക്കുന്ന അവൻ്റെ ബഡ്ഡീസിൻ്റെ അടുത്തേക്കാണ്. അവൻ്റെ ബഡ്ഡീസിൽ ഒരാൾ തന്നെ ഹീറോക്കെതിരെ കള്ളമൊഴി കൊടുത്തിട്ടുണ്ട്. അവനെ കാണാനായിട്ടാണ് ഇപ്പോൾ കാര്യമായിട്ട് വന്നിട്ടുള്ളത്. ലീ വന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവർക്കും ഇപ്പോൾ ഹാപ്പിയാണ്. ലീ അവരുടെ ഇടയിൽ ഒരു വലിയ മെയിൻ നേതാവാണ്. ഇതുപോലെ കഴിവുള്ള ഒരുത്തൻ അവരുടെ ഇടയിൽ വേറെ ഇല്ല. അവരുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആസ്മ ബാധിച്ച് മരിച്ചു പോയിരുന്ന ആ ആളെക്കുറിച്ച് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആളും ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ മരിച്ച ആളുകളെ കുറിച്ച് പിന്നെ സംസാരിക്കുന്നത്? ഒന്നുമില്ല, ഇത്രയും ആരോഗ്യവാനായിരുന്ന ഒരുത്തൻ, ഒരു അസുഖവുമില്ലാത്ത ഒരുത്തൻ ഇത്ര പെട്ടെന്ന് മരിച്ചു പോയി കാണുമ്പോൾ എനിക്ക് വിഷമാവുന്നുണ്ട്. ആ സമയത്ത് ലീ അയാൾക്ക് മദ്യം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ സമയം കഴിയും. അവിടെ വന്നിരുന്ന ആളുകളെല്ലാം പോയി. അയാളാണെങ്കിൽ മദ്യം കുടിച്ച് ബോധം പോയ അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അയാൾ പറയും, നീ എന്താ വിചാരിച്ചേ അവൻ സാധാരണയായി മരിച്ചു പോയതാണോ? അവൻ ആസ്മ ഉണ്ടായിരുന്നു. അവൻ ആസ്മയുടെ ഇൻഹീലർ ഇല്ലാതെ ജീവിക്കാൻ പോലും പറ്റില്ല. ശരിക്കും എല്ലാവരും വിശ്വസിക്കുന്നത് ആ പ്രോസിക്യൂട്ടർ, ആ വക്കീലാണ് അവനെ കൊന്നതെന്നാണ്. പക്ഷെ അവനൊന്നുമല്ല. നമ്മുടെ ആ കമ്പനിയുടെ മുതലാളി ഇല്ലായിരുന്നോ, നമ്മൾ ക്ലാസ് പഠിക്കാൻ പോയിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന മുതലാളി, അയാൾ കാശ് കൊടുത്താണ് അവനെ കൊല്ലിച്ച്. അല്ലാതെ ആ വക്കീലൊന്നും ഒരിക്കലും ചെയ്തല്ല. അയാൾ വെറുതെ ആ ജയിലിൽ പോയി കിടക്കുകയാണ്. എന്നാൽ ഈ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അവൻ അപ്പം തന്നെ അത് ജയിലിലേക്ക് കയറ്റി അയക്കും. അത് പല വഴികളിലൂടെയാണ് നമ്മുടെ ഹീറോയുടെ അടുത്തെത്തുക. ജയിലിലേക്ക് എത്തുന്ന ഭക്ഷണ സാധനങ്ങളിൽ ഒരു ബോക്സ് മാത്രം തിരിഞ്ഞു കിടപ്പുണ്ടാകും. അതിനകത്താണ് ഈ റെക്കോർഡ് വന്നിരിക്കുന്നത്. അങ്ങനെ പല വഴികളിലൂടെ സഞ്ചരിച്ച് അവസാനമാണ് ഹീറോയുടെ കയ്യിലെത്തുന്നത്. നമ്മുടെ ആളതെല്ലാം കേട്ട് ഒരു CD-യിലേക്ക് മാറ്റിയിട്ട് വക്കീലന്മാരുടെ ജില്ലാ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കും. അവിടെയുള്ള മേധാവി നമ്മുടെ ബോസായിരുന്നു. പക്ഷേ ബോസ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പോയതുകൊണ്ട് തന്നെ മറ്റൊരാളാണ് ഇപ്പോൾ അവിടുത്തെ മേധാവിയായിട്ട് വന്നിരിക്കുന്നത്. അങ്ങേര് ഈ റെക്കോർഡ് കേൾക്കുമ്പോൾ തന്നെ പേടിച്ചിട്ട് ബോസിനെ വിളിച്ച് കാര്യം പറയും. അങ്ങേര് ശരിക്കും ബോസിൻ്റെ ആളായിരുന്നു. അങ്ങേര് ബോസിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ബോസ് ആണെങ്കിൽ ഇതെല്ലാം കണ്ട് പേടിച്ച് ആ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മുതലാളിയെ വിളിച്ച് ഞെട്ടിക്കും. അയാളാണെങ്കിൽ അതിലും വലിയ പേടി. അന്ന് ഹീറോക്കെതിരെ തെളിവ് കൊടുത്തിരുന്ന കള്ളസാക്ഷി കൊടുത്തിരുന്ന ആളുകളെ എല്ലാം വിളിച്ചു കൊണ്ടുവന്ന് അവരുടെ എല്ലാം ചന്തിക്കിട്ട് നെരിവട്ടം പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. ആരാണ്ടാ പുറത്ത് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് ആ ശബ്ദം വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം 5 വർഷം മുന്നേ പരിചയപ്പെട്ട ഒരാളുടെ ശബ്ദം അവർക്ക് ഇപ്പം അറിയില്ലല്ലോ. അപ്പോഴാണ് ബോസ് അങ്ങോട്ട് കയറി വരുന്നത്. അങ്ങേരിപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ട് തന്നെ അങ്ങേർക്കെതിരെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം അങ്ങേർക്ക് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നതെന്നറിയാം. അവിടെ ഉണ്ടായിരുന്നൊരു ജഗ് എടുത്ത് മുതലാളിയുടെ തലക്കടിച്ച് അവനെ താഴെയിട്ട് അതിലെ ചൂടുള്ള അവൻ്റെ മുന്നിലേക്ക് ഒഴിച്ചു പറയും, പെട്ടെന്ന് തന്നെ ഈ മൊഴി കൊടുത്തവനെ കണ്ടുപിടിക്കണം. നിന്നെ ഇവിടം വരെ എത്തിച്ച് ഞാനാണെങ്കിൽ അതുപോലെ തന്നെ തിരിച്ചിറക്കാനും എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് ഞെട്ടിച്ചാണ് പോവുക. അന്ന് രാത്രി തന്നെ അവരാ മൊഴി കൊടുത്ത് ആ ഗുണ്ടുചേട്ടനെ കണ്ടുപിടിക്കും. ലീയുടെ ബഡ്ഡിയെ കണ്ടുപിടിക്കും. അവരെല്ലാവരും കൂടെ അവനെ പൊതിരടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ അയാളെ ഗുണ്ടുചേട്ടൻ എന്ന് പറഞ്ഞത് മനസ്സിലാവാൻ വേണ്ടിയാണ്, അല്ലാതെ ബോഡി ഷെയിം ചെയ്യുന്നൊന്നും വിചാരിക്കരുത് പ്ലീസ്. എനിക്കറിയാം പലർക്കും ഹോർമോൺ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇതുപോലെ തടി കൂടി വരുന്നതെന്ന്. പക്ഷേ ഞാൻ മനസ്സിലാവാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അയാളെക്കുറിച്ച് ഇനിയും നമുക്ക് പറയാനുള്ളതാണ്. അവരുടെ പേര് പറഞ്ഞാലും പ്രശ്നമുണ്ട്. ഈ സിനിമയിൽ പല ആളുകളുടെ പേരുകളും ഇതുപോലെ പറഞ്ഞു പോകാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞാൽ അത് ആരെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ചിലർക്ക് അത് മനസ്സിലാവില്ല. നമ്മൾ അവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. സോറി, ക്ഷമിക്കണം. എന്തായാലും അങ്ങേരെ അവരെ അടിച്ച് ഓഫാക്കുന്നു വെച്ചാൽ സ്വിച്ച് ഓഫ് ആക്കുന്നില്ല. കുറച്ചൊക്കെ ജീവനുണ്ട്. അടുത്ത ദിവസം തന്നെ നമ്മുടെ ജോ വക്കീൽ ഹീറോയെ കാണാനായിട്ട് ജയിലിലേക്ക് വരും. ബോസ് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ജോ വക്കീൽ ഹീറോയെ കാണാനായിട്ട് വന്നിരിക്കുന്നത്. ഇതുപോലൊരു കേസ് വന്നു കഴിഞ്ഞാൽ ബോസിന് വേണ്ടി വാദിക്കാൻ പോകുന്നത് നമ്മുടെ ജോ വക്കീലാണ്. അതുകൊണ്ടാണ് ജോ വക്കീൽ ഇപ്പോൾ ഹീറോയെ കാണാനായിട്ട് വന്നിരിക്കുന്നത്. നീ ഇപ്പം എന്തിനാ ഇതെല്ലാം കുത്തിപ്പൊക്കി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അതും ഈ ഒരൊറ്റ മൊഴി വെച്ചിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നീ വിചാരിക്കുന്നത്? ഹീറോ പറയും, ഞാൻ ഹൈസ്കൂൾ മുതൽ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ ജയിലിൽ കയറി അന്ന് മുതൽ ഞാൻ ആ വലി എല്ലാം നിർത്തി. നിനക്കറിയോ,
എൻ്റെ തല ഇപ്പോൾ എക്സ്ട്രാ സ്പീഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിൻ്റെ ബോസിനോട് പോയിട്ട് സുഖമാണോ എന്നൊന്ന് ചോദിച്ചേക്ക്. അന്ന് തന്നെ ലീ അവൻ്റെ ബഡ്ഡിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങേരാണെങ്കിൽ കാലിനും കൈക്കും എല്ലാം പരിക്ക് പറ്റിയിട്ട് അവിടെ കിടക്കുകയാണ്. ഇനിയിപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ തന്നെ അങ്ങേരുടെ ഒരു ഭാഗം തളർന്നാണ് ഇരിക്കുന്നത്. ലീക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അവൻ കുറച്ച് കാശ് അവൻ്റെ അടുത്ത് വെച്ച് കൊടുക്കും. കുറച്ചധികം കാശ് അവൻ്റെ അടുത്ത് വെച്ച് കൊടുത്താണ് തിരിച്ചു വരുന്നത്. അങ്ങനെ ഹീറോയെ അവൻ വിളിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയാൽ ആ മൊഴി കൊടുത്തവൻ്റെ അവസ്ഥ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അത് ഞാനിവിടെ കണ്ടു കഴിഞ്ഞു. അവനെപ്പോലെ തന്നെ ആയിരിക്കും എനിക്കും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇനി മുതൽ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നില്ല. നിങ്ങൾ എനിക്ക് ചെയ്ത് തന്നതിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു തന്നെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇനി ഒരിക്കലും തിരിച്ചു വിളിക്കരുതെന്നും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യും. അടുത്ത ദിവസം അവൻ അവൻ്റെ കാമുകിയുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു അവർ വലിയ കാശുകാരാണെന്നുള്ള കാര്യം. ആ വീടിൻ്റെ ആംബിയൻസ് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അച്ഛൻ, നിങ്ങൾ എന്തായിരുന്നു പഠിച്ചിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ പെൻസിൽവാനിയയിലെ ബിസിനസ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ ചെറിയൊരു ബിസിനസ് പ്ലാനുമായിട്ടാണ് തിരിച്ചു വന്നത്. അത് കേൾക്കുന്ന അച്ഛൻ പറയും, അവളും എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും ചെറിയൊരു ബിസിനസ് പ്ലാൻ ഉണ്ടെന്ന്. എന്തുകൊണ്ട് ചെറുതാക്കുന്നു? കുറച്ച് വലുതായിട്ട് തന്നെ തുടങ്ങിക്കൂടെ? ഇല്ല മെല്ലെ മെല്ലെ വലുതിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം എനിക്കും എൻ്റെ കൂട്ടുകാർക്കുമായിട്ട് US വലിയൊരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്. അതിലാണ് ഇപ്പം ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേൾക്കുന്ന അവളുടെ ചേട്ടൻ അവനോട് എന്തൊക്കെയോ ഒരു ഡൗട്ട് ഉണ്ട്. അവനെന്തോ ഒരു ഉടായ്പനാണെന്നുള്ള കാര്യം അവന് കരിഞ്ഞു മണക്കുന്നുണ്ട്. അങ്ങനെ അന്ന് ലീയും കാമുകിയും കൂടെ വണ്ടിയിൽ പുറത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്രാഫിക് സിഗ്നലിൽ പച്ച ലൈറ്റ് കത്തിയിട്ടും അവരുടെ മുന്നിൽ ഉണ്ടായിരുന്ന വണ്ടി പോകുന്നില്ല. ലീ ദേഷ്യം വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവരുടെ ഡോറിന് മുട്ടി എന്താണോ വണ്ടി എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആ ഡോറ് തുറന്ന് അയാൾ പുറത്ത് വരും. അവൻ്റെ മുട്ടിനിടിച്ചിട്ട് അവന് വേദനയായിട്ട് പൊളയാണ്. പുറത്ത് വന്ന അയാൾ അവൻ അടിച്ചതായിട്ട് പറയും, നീ ഹൈസ്കൂളിൽ തോറ്റ 9 കേസുകളുടെ ക്രിമിനലാണെന്ന് ഞാൻ അവളോട് പോയി പറയട്ടെ? വേണ്ട എന്നവൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അയാൾ പറയും, ഞാൻ പറയണ്ടെന്നുണ്ടെങ്കിൽ നീ വക്കീലിന് വേണ്ടി ചെയ്ത ജോലി ഇതുവരെ തീർന്നിട്ടില്ല. അതെല്ലാം തീർന്നിട്ട് മാത്രമേ നീ ജീവിക്കാൻ പോകുന്നുള്ളൂ, സമാധാനമായിട്ട് ജീവിക്കാൻ പോകുന്നുള്ളൂ എന്ന് പറയും. ലീക്ക് മനസ്സിലാകും ഹീറോയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒന്നും ഒളിച്ചോടാൻ പറ്റില്ല എന്ന്. ഹീറോയുടെ ആളുകളാണ് അവിടെ ഇവിടെ എല്ലാം ഉള്ളത്. അന്ന് തന്നെ അവൻ ഹീറോയുടെ അടുത്തെത്തും. നിങ്ങൾ പറഞ്ഞ പരിപാടിയെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ അച്ഛൻ്റെ കൂടെ ഉള്ളിക്കൃഷി ചെയ്യാനായിട്ട് പോകാൻ. നമ്മുടെ ആൾ ചോദിക്കും, നിൻ്റെ അച്ഛൻ മരിച്ചു പോയെന്നാണല്ലോ നീ ആദ്യം എന്നോട് പറഞ്ഞിരുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞു പോയോ? എന്നാൽ സോറി, ക്ഷമിക്കണം എന്ന് പറയും. അവിടുന്ന് കട്ട് ചെയ്താൽ പിന്നെ നമ്മൾ കാണുന്നത് ബോസ് രാഷ്ട്രീയക്കാരനായിട്ട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നാട്ടുകാരെ എല്ലാവരെയും കയ്യിലെടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. എന്നാൽ രാഷ്ട്രീയത്തിൽ പ്രസംഗം മാത്രമല്ലാതെ അവിടെ ഒരു ഡാൻസ് പരിപാടിയും അയാൾ തന്നെ വെക്കുന്നുണ്ട്. അവിടെ ഡാൻസ് കളിക്കാനായിട്ട് അവരുടെ പാർട്ടിയിലെ കുറേ ആളുകൾ അങ്ങോട്ട് കയറി വരും. എന്നാൽ അതിൻ്റെ അടുക്കുണ്ട് ഡാൻസ് കളിക്കാനായിട്ട് നമ്മുടെ ലീ കയറി വരുന്നത്. അവനെ എങ്ങനെയോ അതിൽ കയറി പറ്റി. അവരെല്ലാവരും ഡാൻസ് കളിക്കുന്ന സമയത്ത് അവൻ മറ്റുള്ളവരെ ഒന്നും നോക്കാതെ സ്വന്തമായിട്ട് അവിടെ മുന്നിൽ വന്ന് ഡാൻസ് കളിക്കും. അവൻ്റെ ഡാൻസിനാണ് ആളുകളെല്ലാം കൂടിയിട്ടുള്ളത്. അതാണെങ്കിൽ ബോസ് സ്പോട്ട് ചെയ്യുന്നുണ്ട്. ബോസിന് ഇതെല്ലാം സന്തോഷമാകും. എല്ലാം കഴിഞ്ഞ് രാഷ്ട്രീയ ഓഫീസിൽ തിരിച്ചെത്തുമ്പോൾ ബോസ് എല്ലാവർക്കും ഷൈക്കാൻഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലീയെ കാണുമ്പോൾ പറയും, ജനങ്ങൾ എങ്ങനെ ഹരം കൊള്ളിക്കണമെന്ന് ഇവനോട് ചോദിച്ചാൽ മതി. എന്നിട്ടൊരു കെട്ടിപ്പിടുത്തവും കൊടുക്കും. അന്നേരം ലീ ചോദിക്കും, ഞാൻ നിങ്ങളുടെ കൂടെ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന്. അങ്ങനെ അവിടെ നിന്ന് തന്നെ അവരെല്ലാവരും ഒരു സെൽഫി എടുത്ത് കഴിയും. ഇത് കാണുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി ചോദിക്കും, മോനെ നീ എന്തിനാണ് പഠിക്കുന്നത്? ഞാൻ മിലിറ്ററി സർവീസ് എല്ലാം കഴിഞ്ഞു, പിന്നെ ചെറുതായിട്ട് ട്യൂഷൻ എല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പഠിക്കുന്നത് സിയോൾ യൂണിവേഴ്സിറ്റിയിലാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ചേച്ചി ശബ്ദം ഒച്ച ബഹളമൊക്കെ ഉണ്ടാക്കും. നീ സിയോൾ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്? നിന്റെ അമ്മ നിന്നെ ആലോചിച്ച് അഭിമാനിക്കുന്നുണ്ടാകും. അവിടെ ഡാറ്റ വർക്ക്സ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് പറയും, മോളെ നീ വേണമെങ്കിൽ ഇവനെ കല്യാണം കഴിച്ചോ, നിന്റെ ജീവിതം രക്ഷപ്പെടാനാണ് പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും നല്ല മാച്ചാന്ന് പറയുമ്പോൾ അവൾ പറയും, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. എന്നിരുന്നാലും അവൾ ലീയെ നോക്കി ചെറിയൊരു ചിരി വാസാക്കുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്താൽ പിന്നെ നമ്മൾ കാണുന്നത് ആ രാഷ്ട്രീയ ഓഫീസിന്റെ ഏതോ ഒരു മൂലക്കിൽ നിന്ന് അവർ രണ്ടുപേരും കൂടെ കിസ് ചെയ്യുന്നതാണ്. രാത്രി അവളുടെ കൂടെ ആ ഓഫീസിൽ തന്നെയാണ് അവൻ കിടന്നുറങ്ങുന്നത്. അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുമ്പോൾ അവൻ എഴുന്നേറ്റ് അവിടെ ഉണ്ടായിരുന്ന ഡാറ്റകളെല്ലാം പുറത്തെടുത്ത് നോക്കും. അപ്പോഴാണ് മനസ്സിലാവുക ബോസിന് രാഷ്ട്രീയത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പൈസകളെല്ലാം ഇറക്കി കൊടുക്കുന്നത് ആ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മുതലാളിയാണ്. അവൻ അതെല്ലാം ഫോട്ടോ എടുത്ത് ഹീറോക്ക് അയച്ചു കൊടുക്കും. ഹീറോയുടെ അടുത്ത് എത്തിക്കും. ഹീറോ അതൊന്നും വൈകിക്കില്ല, പെട്ടെന്ന് തന്നെ ന്യൂസുകാരുടെ അടുത്തെത്തിക്കും. അവരതും വലിയൊരു ആഘോഷമാക്കി എടുക്കും. ഇതിന്റെ പിന്നിൽ കളിച്ച് ഹീറോ ആണെന്ന് മനസ്സിലാകുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ വക്കീലന്മാരുടെ ഓഫീസിലേക്ക് ഹീറോയെ വിളിക്കും. ഇത്രയും കാലമില്ലാതെ ഇപ്പോഴെന്തിനാണ് നീ ഈ കാര്യങ്ങളെല്ലാം കുത്തിപ്പൊക്കി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ചോദിക്കുമ്പോൾ ഹീറോ പറയും, എനിക്ക് ഇപ്പോഴാണ് ഇതെല്ലാം കിട്ടിയിട്ടുള്ളത്. എനിക്കിപ്പോൾ ആവശ്യം ഒരു പുനർവിചാരണയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ തെളിയിച്ചു തരാം ഞാനല്ല അവനെ കൊന്നിട്ടില്ല എന്നുള്ള കാര്യം. പിന്നെ എന്തിനാണ് നീ അന്ന് കുറ്റം സമ്മതിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയും, എന്നെ കുറ്റം സമ്മതിപ്പിച്ചത് ബോസാണ്. അങ്ങേരാണ് പറഞ്ഞ് കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ എന്നെ കേസിൽ നിന്ന് പുറത്തിറക്കി തരാമെന്ന്. ഇത് കേൾക്കുന്ന ജോ വക്കീലും അവിടെ ഉണ്ടായിരുന്ന മേധാവിയും ഒന്ന് ഞെട്ടുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത ബോസ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ജോ വക്കീലിനെ ബോസിന്റെ അടുത്തേക്ക് വിളിക്കും. ഈ കേസ് കുത്തിപ്പൊങ്ങി വന്നാൽ ഞാൻ കോടതി കയറുന്ന ഒരു അവസ്ഥ അത് നീ ഉണ്ടാക്കി തരാൻ പാടില്ല. അങ്ങനെ ജോ വക്കീലിനോട് പറയുമ്പോൾ ജോ വക്കീൽ തിരിച്ചു ചോദിക്കും, ഞങ്ങളാരും അറിയാത്ത എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ ഹീറോ ആയിട്ടുണ്ടോ? അത് കേൾക്കുന്ന ബോസിന് ദേഷ്യം വരും. എന്ത് പ്രശ്നം ഉണ്ടാവാൻ, എനിക്ക് അവനുമായിട്ട് വേറൊരു ബന്ധമില്ല. നീ ഇപ്പം ഞാൻ പറഞ്ഞ പണി എടുത്താൽ മതി എന്ന് പറഞ്ഞ് ജോ വക്കീലിനെ അവിടുന്ന് പറഞ്ഞയക്കും. അപ്പം തന്നെ വക്കീല് ജയിലിലുണ്ടായിരുന്ന വാർഡനെ വിളിച്ച് പറയും, കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻസ്പെക്ഷൻ നടക്കാൻ പോവുകയാണ്. നിങ്ങളെ കുറച്ച് മുന്നേ വിളിച്ച് അറിയിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞാൽ ജയിലിൽ പെട്ടെന്ന് തന്നെ ഒരു ഇൻസ്പെക്ഷൻ നടക്കുകയാണ്. എല്ലാ റൂമിലും കയറി എല്ലാ സെല്ലിലും കയറി പോലീസുകാർ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പിടിച്ച് പുറത്തിടുന്നുണ്ട്. ഹീറോയുടെ റൂമിലും കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ട് പൊട്ടിക്കും. അവസാനമാണ് കാണുക ഈ കേസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും എലമെന്റ്സ് എല്ലാം ഹീറോ അവിടെ ചുമൽ
ജനൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഹീറോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 30 ദിവസത്തേക്ക് ഹീറോയെ സ്പെഷ്യൽ കസ്റ്റഡിയിൽ വെക്കും. ഇതുവരെ കിട്ടിയിരുന്ന പരിഗണനകളൊന്നും അവിടെ കിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൂടെ തന്നെ ഹീറോയുടെ കൂടെ നിൽക്കുന്ന ഒരാളില്ലായിരുന്നു, ഹീറോയുടെ ബഡ്ഡി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയും പോലീസ് പിടിക്കുന്നുണ്ട്. സ്പെഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് അവസാനമായിട്ട് ലീയെ വിളിച്ചു പറയും, ഞാൻ ഇനി ഒരിക്കലും നിന്നെ തിരിച്ചങ്ങോട്ട് വിളിക്കാൻ പോകുന്നില്ല, ഇത് അവസാനത്തെ കോളായിരിക്കും, അതുകൊണ്ട് നീ എന്നെ കാണാൻ വരണമെന്ന് പറഞ്ഞിട്ട് ഫോൺ അവിടെയുള്ള തീയിലേക്ക് ഇടും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ലീ ഹീറോയെ കാണാനായിട്ട് എത്തി. ഇനിയുള്ള കാര്യങ്ങളെല്ലാം നീ ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ലീ ചോദിക്കും, ഇതുവരെ ഞാൻ അങ്ങനെ തന്നെ അല്ലായിരുന്നോ ചെയ്തിരുന്നത്. അന്നേരം ഹീറോ അവനെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കും. അവർ ഈ സംസാരിക്കുന്നതെല്ലാം അവിടെ റെക്കോർഡാക്കി വെക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അവസാനമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ എന്ന് ചോദിച്ച് ഹീറോ ചില്ലിലേക്ക് കൈ എടുത്ത് വെക്കുമ്പോൾ ലീയും അവിടെ നിന്ന് കൈ എടുത്ത് വെക്കും. എന്നിട്ട് ബൈബിളിൽ ഒരു വാക്യാണ് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായവരെ എൻ്റെ അടുത്തേക്ക് വരുവിൻ. ഇത് കേൾക്കുന്ന ലീക്ക് കാര്യം അപ്പം തന്നെ മനസ്സിലാകും. അവൻ നേരെ ബാങ്കിലേക്ക് ചെന്നിട്ട് ഈ ഒരു വാക്യം ഇന്റർനെറ്റിൽ അടിച്ചു നോക്കുമ്പോൾ അത് എത്രാമത്തെ വാക്യമാണെന്ന് കാണും. മത്തായി എന്ന അയാൾ പറഞ്ഞൊരു വാക്യമാണിത്. ആ വാക്യം എത്രാമത്തേതാണെന്ന് നോക്കുമ്പോൾ 11:28 അവന് മനസ്സിലാകും. അവൻ ആ കോഡ് ബാങ്കിൽ അടിച്ചു കൊടുക്കുമ്പോൾ ഇഷ്ടം പോലെ കാശാണ് അവൻ്റെ അടുത്തേക്ക് വരുന്നത്. ഈ കാശെല്ലാം എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ മകളെ പീഡിപ്പിച്ചയാളെ കൊന്ന ഒരാളില്ലായിരുന്നു ജയിലിൽ, അങ്ങേരാണ് ഹീറോയ്ക്ക് പൈസ എല്ലാം എത്തിച്ചു കൊടുക്കുന്നത്. അവൻ ആ പണം ബാഗിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്യാഷർ ലേഡി അവനെ നോക്കി ചിരിക്കുന്നുണ്ട്, ചെറിയൊരു ചിരി കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൻ അവിടെ നിൽക്കാനുള്ള സമയമില്ല. സമയം ഉണ്ടായിരുന്നെങ്കിൽ അവളെ കൂടെ അവൻ ബാഗിൽ പെറുക്കിയിട്ട് പോയത്. ആ കാശുമായിട്ട് അവൻ നോട്ടപ്പുള്ളിയെ കാണാനായിട്ടാണ് പോകുന്നത്. അന്ന് ഹീറോ ചോദ്യം ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് നോക്കി നിന്നിരുന്ന ഒരാളില്ലായിരുന്നു, അങ്ങനെ കാണാനായിട്ടാണ് പോകുന്നത്. അങ്ങനെ ബോസ് എന്തോ ഒരു കാര്യത്തിന് ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടു. അതെന്തിനാണെന്നറിയില്ല. പക്ഷെ അയാളുടെ അടുത്ത് ചെന്നാൽ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുമെന്ന് ഹീറോക്ക് അറിയാം. അതുകൊണ്ടാണ് ലീ കാശുമായിട്ട് അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. പക്ഷെ അയാളുമായിട്ട് എന്താണ് സംസാരിച്ചതെന്ന് അറിയില്ല. പിന്നെ കാണുന്ന വക്കീലന്മാരുടെ വലിയൊരു പരിപാടിയാണ്. അവിടെ ഒരു വക്കീലായിട്ട് നമ്മുടെ ലിയോ എത്തിയിട്ടുണ്ട്. അവനിപ്പോൾ കാണാനായിട്ട് ചെത്തായിട്ടുണ്ട്. ഇതെന്ത് പരിപാടിയാണെന്ന് വെച്ചാൽ ബോസ് ജില്ലാ വക്കീൽ ഓഫീസിൽ നിന്നും പോയപ്പോൾ അവിടേക്ക് പുതിയൊരു മേധാവി വന്നില്ലായിരുന്നു. അയാളിപ്പോൾ റിട്ടയർ ആയി. അയാളുടെ സ്ഥാനത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ജോ വക്കീലാണ്. അവൻ്റെ പാർട്ടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹീറോ ലിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ജോ വക്കീലിനെ ചാക്കിലാക്കണമെങ്കിൽ സിമ്പിളായിട്ട് പറ്റില്ല. അവൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകളെ തന്നെ അവന് വലിയ സംശയമാണ്. പക്ഷെ അവൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകളെ ആദ്യം തന്നെ ചാക്കിലാക്കി കഴിഞ്ഞാൽ അവൻ താനേ നിന്റെ അടുത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ജോ വക്കീലിന് ഒരു വക്കീലായിട്ട് അറിയപ്പെടുന്നതിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം ആളുകളുടെ ഇടയിൽ ഒരു താരമായിട്ട് അറിയപ്പെടാനാണ്. അതുകൊണ്ട് ചുറ്റുമുള്ള ആളുകളെ ചാക്കിലാക്കി കഴിഞ്ഞാൽ അവൻ താനേ വന്നോളും. ലീ ആദ്യം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വക്കീലിൻ്റെ അടുത്ത് ചെന്ന് നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ല എന്ന് ചോദിക്കും. ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ലീ പറയും, നിങ്ങൾ എന്നെ ഇങ്ങനെ ആളുകളുടെ ഇടയിലിട്ട് ഫീൽ ആക്കല്ലേ. വക്കീൽ ചോദിക്കും, നിങ്ങൾ ഏതെങ്കിലും സെമിനാറിന് വന്നിരുന്നോ? അതേ സെമിനാറിന് വന്നിരുന്നെന്നും പറഞ്ഞ് അവർ അവിടുന്ന് സംസാരിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ചാക്കിലാക്കേണ്ടത് ആ റിട്ടയർ ആയ മേധാവിയില്ലായിരുന്നു, അങ്ങേരെയാണ്. അങ്ങേർക്കൊരു പ്രശ്നമുണ്ട്. കൊറിയയിലെ ഡോങ്കു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ആളുകളെ അങ്ങേർക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ലീ അവരുടെ അടുത്ത് ചെന്ന് പറയും, എനിക്കൊരു ക്ലയൻറ്റ് വന്നിരുന്നു, അവനാണെങ്കിൽ ഡോങ്കു നിന്ന് വരുന്ന ഒരുത്തനും, അവനാണെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നുമില്ല. ഡോങ്കുവിൽ ജീവിക്കുന്നവന്മാരെല്ലാവരും അത്യാഗ്രഹികളാന്നേ. ഇത് കേൾക്കുന്ന മേധാവിക്ക് അവനോട് ചെറിയൊരു ഇഷ്ടം തോന്നും. നിങ്ങൾ ആള് കൊള്ളാലോ, നിങ്ങളുടെ ആദർശങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അങ്ങേര് പറയും. അവിടെ വെച്ച് തന്നെ ലീ അവൻ്റെ ക്ലയൻറ്റ് തന്നതാണെന്നും പറഞ്ഞ് വലിയ വില കൂടിയ ഒരു ഷാമ്പയിനും പൊട്ടിക്കുന്നുണ്ട്. അവരെല്ലാവരും അത് കുടിച്ചോണ്ടിരിക്കുകയാണ്. എന്നാൽ ദൂരെ നിന്ന് ഇതെല്ലാം നമ്മുടെ ജോ വക്കീൽ കാണുന്നുണ്ട്. അങ്ങേർക്ക് ഇതിങ്ങോട്ട് സഹിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അങ്ങേര് അവരുടെ കൂട്ടത്തിലേക്ക് നടന്നു ചെല്ലും. റിട്ടയർ ആയ മേധാവി പറയും, നിനക്ക് ഇവനെ അറിയോ? ഇവൻ നമ്മുടെ കൊറിയയിലെ തെക്ക് ഭാഗത്തു നിന്നാണ് വരുന്നത്. ആള് നല്ല അടിപൊളി വക്കീലാണ്, നീ പരിചയപ്പെടേണ്ട ഒരുത്തൻ തന്നെയാണ് ഇവൻ. എന്നാലും ജോ വക്കീലിന് അവനെ അങ്ങനെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ലീ പറയും അവൻ ഏത് സ്കൂളിലാണ് പഠിച്ചതെന്നുള്ള കാര്യം. അത് കേൾക്കുമ്പോൾ ജോ വക്കീൽ പറയും, ഞാനും അതേ സ്കൂളിൽ തന്നെയാണ് പഠിച്ച കോളേജും പറഞ്ഞു കൊടുക്കുമ്പോൾ അതേ കോളേജിൽ തന്നെയാണ് ജോ വക്കീലും പഠിച്ചിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ തന്നെ അയാൾക്ക് സന്തോഷമാവും. അവിടെ നിന്നെ ആരാണ് പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ലീ പെട്ടെന്നൊന്ന് കൊടുങ്ങും. പക്ഷേ ഈ കോളേജിലെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന സാറുമാർക്ക് ഒരു ഇരട്ട പേര് കുട്ടികളെല്ലാവരും ഇട്ട് വെച്ചിട്ടുണ്ടാകും. കരടീന്നോ പൂച്ചാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പേര്. അതുപോലെ ഒരു പേര് ലീ അങ്ങ് തട്ടിവിടും, പാമ്പെന്ന്. അത് കേൾക്കുമ്പോൾ ജോ വക്കീൽ പറയും, അയാൾ ഇപ്പോഴും അവിടെ ജീവനോട് ഇരിപ്പുണ്ടോ? എന്തായാലും അവർ സംസാരിച്ച് പരിചയപ്പെടുമ്പോൾ ഈ കാര്യത്തിലേക്ക് വരും. എനിക്ക് നിങ്ങളുടെ ഓഫീസ് വരെ വരേണ്ട ഒരു ആവശ്യമുണ്ട്. രഹസ്യമായിട്ടുള്ളൊരു കാര്യം പറയാനാണ്. ഇവിടെ നിന്ന് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. ജോ വക്കീലാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യും. കാരണം ലീയുടെ സംസാരം കേൾക്കാനായിട്ട് ഒരു പ്രത്യേക രസമാണ്. ആരും കേട്ടിരുന്നു പോകും. നമ്മുടെ ലീ ആണെങ്കിൽ ഒരു ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയിട്ട് വക്കീലന്മാരുടെ ജില്ലാ ഓഫീസിലേക്കാണ് ചെല്ലുന്നത്. അവൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അവൻ പറ്റിച്ചിരുന്നൊരു പെൺകുട്ടി ഇല്ലായിരുന്നോ, അവൾ ഉറക്കി കിടത്തി ആ ഡാറ്റകളെല്ലാം അവൻ ചോർത്തിയെടുത്തെങ്കിൽ പോതും. അവളും കൂടെ ഒരാളും കൂടെ കേസ് കൊടുക്കാനായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ലീ താഴെ നിന്ന് സംസാരിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവൾ താഴേക്ക് നോക്കും. അവൻ തന്നെയാണ് വന്നിട്ടുള്ളതെന്ന് അവൾക്ക് മനസ്സിലാവുകയും ചെയ്യും. എന്നിരുന്നാലും അവൾ ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് ചാടി കയറി ചെല്ലുന്നില്ല. ലീ ആണെങ്കിൽ ജോ വക്കീലിൻ്റെ റൂമിൽ കയറുമ്പോൾ അങ്ങേർക്ക് സന്തോഷമായി അവനെ വിളിച്ചിരുത്തിയിട്ട് നീ എന്ത് കാര്യം പറയാനാ വന്നതെന്ന് ചോദിക്കും. ബോസും ആ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മുതലാളിയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ലീ അവന് കാണിച്ചു കൊടുക്കും. ഇതെല്ലാം എന്നെ എന്തിനാണ് കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ലീ പറയും, നിങ്ങളും ബോസുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധത്തിലാണെന്ന് എനിക്കറിയാം. ജോ മനസ്സിൽ വിചാരിക്കും, ഇതെനിക്കിട്ടുള്ളൊരു പണിയാണല്ലോ വരുന്നതെന്ന്. എന്നാൽ അപ്പോഴാണ് ലീ പറയുക, പക്ഷെ ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിൽക്കാനാണ് വിചാരിക്കുന്നത്. ഈ തെളിവുകളെല്ലാം ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ നശിപ്പിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ജോ വക്കീലിനും ഹാപ്പിയായി. അതേസമയത്ത് തന്നെ അങ്ങേർക്ക് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് അങ്ങോട്ട് കയറി വരും. വക്കീൽ, ഞാൻ മീറ്റിങ്ങിന് പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം, അതുവരെ നീ ഇവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. അങ്ങേര് പോയി കഴിയുമ്പോൾ തന്നെ ലീ അവിടെ
അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു സാധനം സെർച്ച് ചെയ്യും. അവസാനം അത് കണ്ടുപിടിക്കും. നമ്മുടെ ഹീറോ അയച്ചിരുന്ന പുനർവിചാരണയ്ക്കുണ്ടായിരുന്ന ഫോമായിരുന്നു അത് ഹീറോ പലതവണ അയച്ചിരുന്നു. അതിന്റെ ഒരു കോപ്പി മാത്രം ഇവിടെ കിടക്കുന്നുണ്ട്. ജോ വക്കീൽ ഇവിടെ നിന്ന് ഒപ്പിട്ട് അയച്ചാൽ മാത്രമേ പുനർവിചാരണ നടക്കാൻ പോകുന്നുള്ളൂ. ലീ ആണെങ്കിൽ അതെടുത്ത് അപ്പോൾ തന്നെ ജോ വക്കീലിന്റെ ഒപ്പ് അതിലേക്ക് ഇട്ടുകൊടുക്കും. അവൻ നേരത്തെ പഠിച്ചിരുന്നു ജോ വക്കീലിന്റെ ഒപ്പ് എങ്ങനെ ഇടാന്നുള്ള കാര്യം. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു അവൻ ജയിലിൽ വെച്ച് ഇതെല്ലാം പഠിക്കുന്ന കാര്യം. കുറച്ച് കഴിഞ്ഞ് ജോ വക്കീൽ അങ്ങോട്ട് കയറി വരുമ്പോൾ ലീയെ കാണുന്നില്ല. അവൻ എവിടെ പോയെന്ന് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ പറയും അയാൾ ബാത്റൂമിലേക്ക് പോവാണെന്നും പറഞ്ഞാണ് പോയത്. പിന്നെ നിങ്ങൾ അയക്കാൻ പറഞ്ഞിരുന്ന ഡോക്യുമെന്റ് ഞാൻ അയച്ചിട്ടുണ്ട് കേട്ടോ. അതേത് ഡോക്യുമെന്റാണ് ഞാൻ അയക്കാൻ പറഞ്ഞിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് പറഞ്ഞത്, നിങ്ങൾ അയക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അവൻ എൻ്റെ കയ്യിൽ തന്നു. അതിൽ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കോപ്പി അവൾ കാണിച്ചു കൊടുക്കും. നോക്കുമ്പോൾ അതിൽ ഒപ്പുണ്ട്. ഇതെങ്ങനെയാണ് തൻ്റെ ഒപ്പം അതിൽ വന്നിരിക്കുന്നതെന്ന് വക്കീൽ മനസ്സിലാവില്ല. അതേസമയത്ത് ലീ താഴെ ഹാപ്പി ആയിട്ട് വന്നിട്ട് വണ്ടിയെടുത്ത് പോവുകയാണ്. എന്നാൽ തൊട്ട് പിന്നിൽ തന്നെ ആ പറ്റിച്ച പെണ്ണില്ലായിരുന്നോ, അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അവനെ കണ്ടു കഴിഞ്ഞു. അയാൾ ആരെയോ കോൾ ചെയ്ത് പറയുന്നുണ്ട്. ലീ നേരെ ചെല്ലുന്ന അവൻ്റെ കാമുകിയുടെ അപ്പാർട്ട്മെന്റിലേക്കാണ്. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവളുടെ ചേട്ടൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു ലീ ഒരു ഉടായ്പുകാരൻ തട്ടിപ്പുകാരനാണെന്നുള്ള കാര്യം. അവനങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഇംഗ്ലീഷ് പേജ് എടുത്തിട്ട് അവനോട് നിനക്കിത് വായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ലീക്കാണെങ്കിൽ ഇത് വായിക്കാൻ അറിയില്ല, അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ കാമുകിയാണെങ്കിൽ പറയുന്നത് അവൻ എന്ത് തരം ഫ്രോഡാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ അവൻ്റെ കൂടെ തന്നെ ജീവിതകാലം മുഴുവനും ജീവിച്ചോളാം എന്നാണ്. ഒരു പാവം പെൺകൊച്ച്. എന്തായാലും ലീ അവിടുന്ന് പുറത്തിറങ്ങുന്ന നേരത്താണ് ആ കൺസ്ട്രക്ഷൻ ടീം എല്ലാവരും ലീയെ തിരഞ്ഞങ്ങോട്ട് വന്നിരിക്കുന്ന കാണാം. അവരുടെ കയ്യിലെങ്ങാനും പെട്ട ജീവിതകാലം മുഴുവനും ശരീരം തളർന്ന് കിടക്കേണ്ടി വരും. അവൻ പെട്ടെന്ന് തന്നെ തിരിച്ച് ആ റൂമിലേക്ക് കയറും. കുറച്ച് കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങുന്നത് ആ റൗഡികളെ പോലെ തന്നെയാണ്. കയ്യിലൊരു വടിയും വെച്ചോണ്ട് ആ തന്തയില്ലാത്തൻ ഇത് എവിടെ പോയിരിക്കുകയെന്ന് പറഞ്ഞ് അവൻ നടക്കും. അന്നേരം അവിടെയുള്ള ഒരുത്തൻ ചോദിക്കും നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ മേലെ അവനുണ്ടോ നോക്കാൻ പോകാന്ന് പറയുമ്പോൾ മേലേക്ക് നമ്മുടെ പിള്ളേർ പോയിട്ടുണ്ടെന്ന് പറയും. എന്നാൽ ഞാൻ താഴെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് ചെല്ലും. ലിഫ്റ്റിൽ കയറി സ്വിച്ച് ഇട്ട് സുഖമായിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ ഡോർ അടയാൻ നേരത്താണ് അവരെല്ലാവരും കൂടെ ഡോറും തുറന്ന് അവൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കുറേ കാലം കണ്ടിട്ടെന്ന് ലിയോട് ചോദിക്കും. ലീ ആണെങ്കിൽ പേടിച്ച് വിറച്ചാണ് നിൽക്കുന്നത്. അതേസമയത്ത് ജോ വക്കീൽ പുനർവിചാരണയ്ക്കുണ്ടായിരുന്ന ആ ഫോമിൽ ഒപ്പിട്ട് അയച്ച കാര്യം ബോസ് അറിഞ്ഞു. ബോസ് ദേഷ്യത്തിൽ അവൻ്റെ അടുത്തേക്ക് വന്ന് നീ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ചോദിക്കും. ആ ഒപ്പ് ഞാനിട്ടല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇത് ആറിട്ട് ഒപ്പാടോ പൊട്ടാന്ന് ചോദിച്ച് ആ ഫോം കാണിച്ചു കൊടുക്കുമ്പോൾ ജോ പറയും നിങ്ങൾ എന്താ വിചാരിച്ചത് ഞങ്ങളെല്ലാവരും പൊട്ടന്മാരാണോ? നിങ്ങളും ആ വക്കീലും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം. ആ ഒരൊറ്റ കാര്യമാണ് നിങ്ങളിപ്പോൾ അലട്ടുന്നത്. അതെന്ത് കാര്യമായാലും എനിക്കൊരു കുഴപ്പമില്ല, നമുക്കിനി കോടതിയിൽ വെച്ച് കാണാമെന്ന് പറയും. ശരിക്കും ജോ വക്കീലും സത്യത്തിന് വേണ്ടിയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബോസാണ് ഹീറോയുടെ പേരിൽ ഈ കേസെല്ലാം കെട്ടിച്ചമച്ച് തെളിവുകളെല്ലാം ഹീറോക്ക് എതിരാക്കി വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അന്ന് ജോ വക്കീൽ വിചാരിച്ചിരുന്നത് ഹീറോ തന്നെയാണ് ഈ കൊല ചെയ്തിട്ടുള്ളതെന്നാണ്. പക്ഷേ ഇപ്പോൾ മനസ്സിലായി ഹീറോ അല്ല ബോസാണ് ഈ കൊല ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം. എന്തായാലും ബോസ് അവിടുന്ന് പോയി കഴിയുമ്പോൾ ജോ വക്കീൽ PA വിളിച്ച് പറയും പെട്ടെന്ന് തന്നെ ആ കൺസ്ട്രക്ഷൻ മുതലാളിയെ പിടിച്ചുകൊണ്ടുവരണം. അതിനുള്ള വാറണ്ടി ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ എങ്ങനെയാലും ഉണ്ടാക്കിക്കൊള്ളാം, നീ പോയി പിടിച്ചു കൊണ്ടുവന്നാൽ മാത്രം മതി എന്ന് പറയും. അതേസമയത്ത് രാത്രി ഇവിടെ നമ്മുടെ ലീയെ അവരെല്ലാവരും കൂടെ അടിച്ച് പഞ്ഞിക്കിട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല, എനിക്ക് ഒരൊറ്റ ചാൻസ് കൂടെ തന്നൂടെ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവർ പഞ്ഞിക്കിട്ടോണ്ടിരിക്കുകയാണ്. അന്നേരമാണ് ജോ വക്കീലിൻ്റെ ആളുകളെല്ലാം പോലീസുകാരെയായിട്ട് അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ തന്നെ കമ്പനിയുടെ മുതലാളിയും ആ ടീംസ് എല്ലാവരും ഒന്നടങ്കം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കും. പക്ഷേ പോലീസുകാർ വിടുന്നില്ല. അവരിടം വലം പാഞ്ഞിട്ട് അവരെ ചുറ്റി കൂടിയിട്ട് എല്ലാവരെയും തൂക്കി പിടിക്കും. അങ്ങനെ എല്ലാവരെയും കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ലീ ആണെങ്കിൽ അവിടെ തന്നെ ബോധം പോയ പോലെ കിടക്കാണ്. PA വന്നിട്ട് നിങ്ങൾ ആ പ്രോസിക്യൂട്ടർ വക്കീലല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ലീ എഴുന്നേൽക്കുക. ഈ തന്തയില്ലാത്തവരെല്ലാവരും എനിക്കൊരു പണിഞ്ഞു കളഞ്ഞു, എന്തിന് അവർക്കെതിരെ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് പോലീസുകാർ മുതലാളിയെ പിടിച്ചു കൊണ്ടുപോകുന്നത് കാണുക. ലീ ഓടിച്ചെന്ന് ചാടിയാൾ ചവിട്ടും. ഇനിയൊന്നും എൻ്റെ മേലെ നീ കൈ തൊട്ടുപോകരുത്, നീ ഒരു വക്കീലിനെയാണ് നോയിച്ചു വിട്ടെന്ന് പറയും. അന്നേരമാണ് PAയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. നമ്മുടെ ജോ വക്കീലാണ് വിളിക്കുന്നത്. ലീ ഒരു ഫ്രോഡാണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാനായിട്ടാണ് വിളിച്ചിരുന്നത്. അതാണെങ്കിൽ നമ്മുടെ ലീക്ക് മനസ്സിലാവുകയും ചെയ്തു. ബ്ലാക്ക് ഔട്ട് ചെയ്ത ലീ ഇപ്പോൾ നമ്മുടെ വക്കീലിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത്. നിന്നെ കണ്ടാലൊരു തെണ്ടിയാന്ന് തോന്നുന്നില്ല, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ ഇമാതിരി ഒരു തെണ്ടിയാണെന്നുള്ള കാര്യം. ലീ ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള ഉറുമ്പുകളെ പിടിച്ച് നടക്കുന്നത്? വലിയ വലിയ ജീവികളെ പോയി പിടിക്കുക, എന്നാലല്ലേ നാലാൾ അറിയുള്ളൂ. അതിനായിട്ടുള്ള ഒരു കാര്യം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അവൻ ഫോണിൽ എന്തോ ഒരു സാധനം കാണിച്ചു കൊടുക്കും. അതേസമയത്ത് ബോസ് നമ്മുടെ ഹീറോയെ കാണാനായിട്ട് ജയിലിലേക്ക് വന്നിട്ടുണ്ട്. നീ എന്തിനാണ് മോനെ ഈ സമയത്ത് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി പടച്ചു വിടുന്നത്? ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഞാൻ നിനക്കൊരു ഓഫർ തരാം. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ വരാൻ പോകുന്ന സ്വാതന്ത്ര്യ ദിനമാണ്. ആ സ്വാതന്ത്ര്യ ദിനത്തിൽ ജയിലിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കണം. അത് നിന്നെയാക്കാനായിട്ട് ഞാൻ പറയാം. പോരാത്തതിന് അന്ന് എന്തായിരുന്നു സംഭവിച്ചതെന്നുള്ള കാര്യം ബോസ് വളച്ചൊടിക്കാനായിട്ട് ശ്രമിക്കും. അന്ന് ഹീറോ ആസ്മ ഉണ്ടായിരുന്ന ആ മനുഷ്യനെ ചോദ്യം ചെയ്ത് അവിടുന്ന് പുറത്തിറങ്ങിപ്പോയപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബോസ് അങ്ങോട്ട് വന്നു. അവൻ എന്തോ സംസാരിക്കാനായിട്ട് വായ തുറക്കുന്നുണ്ട്. അതിനു മുന്നേ ബോസ് അവൻ്റെ വയറ്റിനിട്ട് ഒരൊറ്റ ഇടിയാണ്. താഴെ വീണ് കിടക്കുന്ന ആസ്മയുടെ ഇൻഹീലർ എടുത്ത് അവൻ വീണ്ടും വലിക്കാൻ നിൽക്കുന്ന നേരത്ത് ബോസ് അത് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കും. പുറത്ത് വന്ന് നോട്ടപ്പുള്ളിയോട് ഇത് നിന്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ നോട്ടപ്പുള്ളി അതിന് പിന്നെ സമ്മതിച്ചില്ല. അപ്പം സമ്മതിച്ചെങ്കിലും പിന്നെ സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് അവനെ പുറത്താക്കേണ്ടി വന്നത്. അതേസമയത്ത് ആസ്മ രോഗിയായിട്ടുള്ള അയാൾ താഴെ വീണ്ടും പെടയുന്നുണ്ട്. ഇൻഹീലർ കിട്ടാനായിട്ട് പെടയുന്നുണ്ട്. എന്നാൽ ബോസ് അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ബോസ് പറയും ആ ഇൻഹീലർ അന്ന് തന്നെ അവൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് ഞാൻ അവനോട് പറഞ്ഞിരുന്നു, പക്ഷെ അവനത് ചെയ്തില്ല. അതിന് ഹീറോ പറയും ഇതെല്ലാം നിങ്ങൾ കോടതിയിൽ വന്ന് പറഞ്ഞാൽ മതി. എന്തായാലും ഹീറോയോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് ബോസിന് മനസ്സിലായി. അങ്ങനെ അവിടുന്ന് ദേഷ്യം വന്ന് ഇറങ്ങിപ്പോകും. അതേസമയത്ത് ഇതൊരു പോലീസുകാരനാണെന്ന് അറിയില്ല
അറിയില്ല, ഇനിയിപ്പോൾ വക്കീലാണോ എന്ന് അറിഞ്ഞൂടാ. ഹീറോയുടെ ബഡ്ഡിയെ, ഹീറോയുടെ കൂടെ നിൽക്കുന്ന ഒരാളില്ലായിരുന്നു ജയിലിൽ, അയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസമാണ് പുനർവിചാരണ നടക്കാൻ പോകുന്നത്. ബോസ് രാവിലെ തന്നെ കോടതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്ക് കുറേ ന്യൂസുകാർ ബോസിൻ്റെ അടുത്തെത്തും. എന്തിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയില്ല, അതിൻ്റെ കാരണങ്ങളൊന്നും വ്യക്തമല്ല. എന്നാൽ അതിൽ ഒരുത്തൻ ചോദിക്കും, ഈ ഫണ്ട്, നിങ്ങളുടെ ഇലക്ഷൻ ഫണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അത് കേൾക്കുന്ന ബോസ് ദേഷ്യം വന്നിട്ട് എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് നടക്കും. അതേ സമയത്ത് ദൂരെ നിന്ന് നമ്മുടെ ജോ വക്കീൽ ബോസിനെ നോക്കി നിൽക്കുന്നുണ്ട്. ജോ വക്കീൽ മാത്രമല്ല നോക്കി നിൽക്കുന്നത്, നമ്മുടെ ലീയും നോക്കി നിൽക്കുന്നുണ്ട്. ഇന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കാൻ പോവുകയാണ്. അതേ സമയത്ത് നമ്മുടെ ഹീറോയെ ജയിലിൽ നിന്നും പുനർവിചാരണക്കായിട്ട് ഇറക്കുന്ന നേരത്താണ് നമ്മുടെ ആളെ കൊണ്ടുവരുന്ന പോലീസുകാരനെ വാടം വിളിക്കുന്നത്. അവൻ ഹീറോയോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്ന നേരം കുറച്ച് കഴിയുമ്പോൾ ഹീറോയുടെ ചങ്ക് ബഡ്ഡി അതിലൂടെ നടന്നു പോകുന്നുണ്ട്. എന്നാൽ അങ്ങേര് നമ്മുടെ ആളെ തീരെ മെയിൻ ചെയ്യുന്ന പോലുമില്ല. നീ എന്താന്നും നോക്കാത്തതെന്ന് ഹീറോ ചോദിക്കുന്ന നേരത്ത് അവൻ വന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ഒരു കൂർത്ത മുനയുണ്ട്, അത് വെച്ച് ഹീറോയുടെ വയറ്റിനിട്ട് ഒരൊറ്റ കുത്താണ്. ഹീറോ ആണെങ്കിൽ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ട് കൂടെയില്ല. അവൻ വീണ്ടും 2-3 കുത്തുകൂടെ കുത്തിയിട്ട് എന്നോട് ക്ഷമിക്കണം, എനിക്കിത് ചെയ്യേണ്ടി വന്നതാന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് അവിടെ നിന്ന് ഓടിപ്പോവും. ഹീറോ ആർത്ത് വിളിക്കുന്ന ശബ്ദം കേട്ടിട്ട് പോലീസുകാരൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ വാടം പോലും അവിടെ എവിടെയില്ല, വിളിച്ചിട്ട് ആരെയും കേൾക്കുന്ന പോലുമില്ല. എന്നാൽ ഇവിടെ കോടതിയിൽ ഇതുവരെ ഹീറോ എത്താത്തതുകൊണ്ട് തന്നെ ഒരു 30 മിനിറ്റ് എല്ലാവർക്കും ബ്രേക്ക് കൊടുക്കും. എന്നിട്ടും ഹീറോ എത്തിയിട്ടില്ലെങ്കിൽ അവർ ഈ ഹിയറിംഗ് തന്നെ മാറ്റിവെക്കും. ജോ വക്കീൽ ഹീറോ എവിടെയാണെന്ന് അറിയാനായിട്ട് ആരെയോ വിളിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഹീറോക്ക് കുത്തേറ്റിട്ടുണ്ടെന്നുള്ള കാര്യം. അത് ലീയോട് പറയുമ്പോൾ ലീ ചോദിക്കും, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അതിന് വക്കീൽ, നമ്മളല്ല, നീ എന്താ ചെയ്യുക, അതാണ് ആലോചിക്കേണ്ടത്. എൻ്റെ ജീവിതം ഈ ഒരു അവസ്ഥയിൽ മുള്ളിൻ്റെ മുന്നിൽ നിൽക്കുന്ന പോലെയാണ്. അതങ്ങനെ ആവാനായിട്ടുള്ള കാരണം നിങ്ങൾ രണ്ടുപേരുമാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതാണോ ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന ലീക്ക് മനസ്സിലായി ഹീറോ എത്തിയില്ലെങ്കിൽ അവൻ്റെ ചീട്ട് കീറാനായിട്ടാണ് പോകുന്നത്. അവൻ അപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടും. എയർ കൊറിയയിലേക്ക് വിളിച്ചിട്ട് അമേരിക്കയിലെ കൊറിയൻ സിറ്റിയിലേക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ടിക്കറ്റിനൊക്കെ പെരുത്ത വിലയാണ്. എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ഒരു ആംബുലൻസ് വരുന്നത്. ഇവിടെ കോടതിയിലാണെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ 10 മിനിറ്റ് ആയി. ഇനിയും നീട്ടി വെക്കാൻ പറ്റില്ല, നമ്മൾ ഈ ഇറങ്ങ് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാമെന്ന് പറഞ്ഞ് മേട്ടിക്കൊണ്ട് അടിക്കാൻ നിൽക്കുമ്പോഴാണ് പുറത്തുനിന്ന് ഹീറോ വരുന്നത്. നമ്മുടെ ആൾ ആംബുലൻസിൽ വെച്ച് തന്നെ വയറിനെല്ലാം നല്ല കെട്ടിയാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത്. വയറിൻ്റെ വേദനയൊന്നും ഇപ്പം നോക്കുന്ന പോലുമില്ല. ഹീറോ വരുന്നത് കാണുമ്പോഴാണ് ജോ വക്കീലിന് ആശ്വാസമാവുക, ഇല്ലെങ്കിൽ അവൻ്റെ ചീട്ടും കീറിയനെ. എന്തായാലും ഹിയറിംഗ് ആരംഭിച്ചു. ഹീറോ ആദ്യം തന്നെ ലീ ആണ് ചോദ്യം ചെയ്യുന്നത്. ഹീറോയുടെ ഭാഗത്താണ് ലീ ഇരിക്കുന്നത്. എന്നിരുന്നാലും ഒരു ചോദ്യം ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. ഈ മരിച്ചിരുന്ന ആൾ എങ്ങനെയുള്ള ആളായിരുന്നു എന്ന് ചോദിക്കും. ലീ പറയും, അവൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുത്തനായിരുന്നു. മാത്രമല്ല അവനൊരു ആസ്മ രോഗിയായിരുന്നു. ആസ്മ ഉണ്ടായതുകൊണ്ട് അവനൊരു ബസ്സിൽ പോലും ഓടിക്കയറാൻ പറ്റില്ലായിരുന്നു. അതിനായിട്ട് അവൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ഇൻഹേലർ ഉണ്ടാവും. അടുത്തത് ഹീറോ ചോദിക്കുന്നത്, ആ കൺസ്ട്രക്ഷൻ മുതലാളിയെ നിനക്കറിയോന്നാണ്. അത് കേൾക്കുന്ന ലീ പറയും, എനിക്ക് അറിയോന്നോ, അങ്ങേര് എൻ്റെ ചേട്ടനെ പോലെ ആയിരുന്നു. അങ്ങേര് പറഞ്ഞിട്ട് ഞാൻ 5 വർഷം മുന്നേ ഒരു അടി ഉണ്ടാക്കാനായിട്ട് പോയിരുന്നു. കുറച്ച് പക്ഷി സങ്കേതക്കാരുടെ ഇടയിൽ കയറി ചെന്ന് അവിടെ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. പിന്നെ അങ്ങേര് ഇത് അടുത്ത് പറഞ്ഞിട്ട് ഞാനൊരു ഇലക്ഷൻ ക്യാമ്പയിന് പോയിരുന്നു. അത് ഏത് ക്യാമ്പയിനാണെന്ന് ചോദിക്കുമ്പോൾ ലീ പറയും, ഞാൻ അതിവിടെ പറഞ്ഞാൽ ഞാൻ സേഫാണോ? ജഡ്ജി പറയും, നീ 100% സേഫാണ്, ധൈര്യമായിട്ട് പറഞ്ഞു എന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ദൂരെ നിൽക്കുന്ന ബോസിനെ കാണിച്ചു കൊടുക്കും. അത് കാണുന്ന ആളുകളെല്ലാവരും കോട്ട് മൊത്തം ഒന്ന് ഞെട്ടും. ഇതിനെല്ലാം തെളിവായിട്ട് നിന്റെ കയ്യിൽ എന്ത് രേഖയാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ ലീ പറയും, എൻ്റെ കയ്യിൽ രേഖയുണ്ട്. അവൻ അപ്പം തന്നെ ഫോൺ എടുത്ത് ഫേസ്ബുക്കിൽ അവൻ അന്ന് എടുത്തിരുന്ന 2 ഫോട്ടോസും കാണിച്ചു കൊടുക്കും. അതിലൊരു ഫോട്ടോ നമ്മൾ ആദ്യം കണ്ടില്ലായിരുന്നോ, അവൻ സൈറ്റിൽ വെച്ചെടുത്തിരുന്ന ഫോട്ടോ. അടുത്ത ഫോട്ടോ അവൻ ബോസിന്റെ കൂടെ ഓഫീസിൽ വെച്ചെടുത്തിരുന്ന ഫോട്ടോ ആണ്. അതിലാണെങ്കിൽ ബോസ് ചിരിച്ചാണ് നിൽക്കുന്നത്. അവിടെ നിന്റെ ജോലി എന്തായിരുന്നു എന്ന് ചോദിക്കും. കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മുതലാളിയുടെ അടുത്ത് നിന്ന് കാശുകളെല്ലാം നമ്മുടെ ബോസിന്റെ ഓഫീസിലെത്തി. അതായിരുന്നു എൻ്റെ ജോലി. ഹീറോയുടെ ചോദ്യം ചെയ്യലെല്ലാം കഴിയുമ്പോൾ ജോ വക്കീലാണ് ഇനി അങ്ങോട്ട് ചോദ്യം ചെയ്യാനായിട്ട് വരുന്നത്. അവൻ ആദ്യം തന്നെ പറയാ, നീ ഈ പറയുന്നതെല്ലാം സത്യമാണെന്ന് നിനക്ക് ഉറപ്പാണോ? ലീ പറയും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല സാറേ. അത് കേൾക്കുന്ന ജോ വക്കീലിന് ചിരി വരുന്നുണ്ട്. എന്തായാലും പിടിച്ചു വെച്ച് ജഡ്ജിയോട് പറയും, എൻ്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അന്നേരം ജഡ്ജി ജോ വക്കീലിനെ അടുത്തേക്ക് വിളിച്ച് ചോദിക്കും, നീ പ്രതിഭാഗത്തിന്റെ വക്കീലാണോ അല്ലെങ്കിൽ വാദിഭാഗത്തിന്റെ വക്കീലാണോ? ഞാൻ രണ്ടുമല്ല, സത്യത്തിന്റെ കൂടെയാന്ന് വക്കീലും പറയും. അടുത്തത് ജോ വക്കീൽ ബോസിനെയാണ് ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയിലെ മുതലാളിയെ ഇതിന് മുന്നേ പരിചയമുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ബോസ് പറയും, എനിക്ക് മുന്നേ പരിചയമൊന്നുമില്ല, ഇലക്ഷന്റെ ടൈം മാത്രമുള്ളൊരു ബന്ധമാണ്. അങ്ങേർക്ക് എൻ്റെ പാർട്ടിയെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് എനിക്ക് വേണ്ടി അങ്ങേര് ഫണ്ടിങ്ങും ചെയ്യാറുണ്ടായിരുന്നു. അതൊന്നും ഒരു കാര്യമായിട്ട് വരുന്ന കാര്യമല്ലല്ലോ. എന്നാൽ വക്കീൽ ഒരു ഡോക്യുമെന്റ് ബോസിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കും. 1998 മുതൽ 2006 വരെ പല പ്രശ്നങ്ങളിൽ നിന്നായിട്ട് നമ്മുടെ മുതലാളിയെ, കൺസ്ട്രക്ഷൻ കമ്പനിയിലെ മുതലാളിയെ നമ്മുടെ ബോസ് പുറത്തിറക്കി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ ബോസിന് വേറെ ഒന്നും സംസാരിക്കാനില്ല. കൂടെ തന്നെ അവനൊരു കാര്യം ഓർമ്മിപ്പിക്കും, നീ എൻ്റെ വക്കീലാണ്, നീ എൻ്റെ ഭാഗത്ത് നിന്നാണ് സംസാരിക്കേണ്ടത്. ഇനി അടുത്തത് ഹീറോയാണ് ബോസിനെ ചോദ്യം ചെയ്യേണ്ടത്. ആ മരിച്ചയാളെ ആരായിരിക്കും കൊന്നതെന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? അവനെ കൊന്നയാളല്ലേ ഇപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്നത്, എന്നിട്ട് എന്നോടാണോ ചോദിക്കുന്നത് അവനെ കൊന്ന ആരാന്ന്? ഹീറോ പറയും, ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ആ കൊലപാതകം കൊണ്ട് ഉപകാരമുള്ളത് ആർക്കാണോ അവരെയാണ് നമ്മൾ ആദ്യം തന്നെ കൊലയാളിയായിട്ട് സംശയിക്കേണ്ടത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല വന്നത്. എല്ലാവരും എന്നെ ആദ്യം തന്നെ സംശയിച്ചു. പക്ഷേ ഈ ഒരു കൊലപാതകത്തിൽ ആർക്കാണ് ഉപകാരം ഉണ്ടാവുക നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇയാൾക്കാണ് ഉപകാരം ഉണ്ടാവുക. അങ്ങേരുടെ സ്വാധീനങ്ങളെല്ലാം ഉപയോഗിച്ച് ഈ തെളിവുകളെല്ലാം എൻ്റെ നേരെ തിരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇതിനെല്ലാം എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ആ മരിച്ചയാൾ ഒരു ആസ്മ രോഗിയാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി. ഞാൻ അന്ന് അവനെ ചോദ്യം ചെയ്യാനായിട്ട് അവിടേക്ക് ചെന്നപ്പോൾ അവനൊരു ഇൻഹീലർ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അടുത്ത ദിവസം അവൻ മരിച്ചപ്പോൾ അവിടെ നിന്ന് എടുത്ത തെളിവുകളുടെ കൂട്ടത്തിലൊന്നും ആ
ഇൻഹീലർ കണ്ടില്ല. അതാരോ അവിടെ നിന്ന് എടുത്ത് നശിപ്പിക്കുകയാണ് ചെയ്തത്. ബോസ് പറയും, നീ അതുണ്ട് ഇതുണ്ട് എന്നെല്ലാം പറയുന്നു, ഇതിനൊന്നും ഒരു തെളിവ് നിന്റെ കയ്യിൽ കാണുന്നില്ലല്ലോ. ഹീറോ ലീഡ് എടുത്ത് ചെന്ന് ഒരു റെക്കോർഡർ വാങ്ങും. അതിലെന്തോ ഒരു വോയിസ് റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട്. അത് ലീക്ക് കൊണ്ടു കൊടുത്തിട്ടുള്ളത് ആ നോട്ടപ്പുള്ളിയാണ്. പക്ഷേ ഈ റെക്കോർഡ് ചെയ്ത കാര്യം അവിടെ കേൾപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഹിയറിംഗ് തുടങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ തന്നെ അതവിടെ ഹാജരാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതവിടെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എതിർഭാഗം വക്കീലിന്റെ സമ്മതം വേണം. അപ്പോഴേക്കും നമ്മുടെ ജോ വക്കീൽ ഞാൻ സമ്മതിച്ചു എന്ന് അവിടെ പറയും. അങ്ങനെ ഹീറോ അതവിടെ പ്ലേ ചെയ്യും. അതിൽ നോട്ടപ്പള്ളി ബോസിനെ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് റെക്കോർഡായിട്ടുള്ളത്. നോട്ടപ്പള്ളി ചോദിക്കുന്നത്, നിങ്ങൾ ആ ഇൻഹീലർ നശിപ്പിച്ചല്ലോ അല്ലേ? എന്നാൽ അതിനുള്ള മറുപടി ബോസ് കൊടുക്കുന്നില്ല. അവിടെ തന്നെ കട്ടായി. ഇതാണ് ആ ഇൻഹീലർ എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോ ഇൻഹീലർ കാണിച്ചു കൊടുക്കും. അത് കാണുന്ന ബോസിന് ദേഷ്യം വരും. ഇതെന്ത് നാടകം, ഇതുപോലെയുള്ള നാടകത്തിനൊന്നും കൂട്ടുക എന്നെ കിട്ടില്ല എന്ന് പറയും. മാത്രമല്ല ഇതുപോലെയുള്ള വ്യാജ തെളിവുകൾ വെച്ച് എന്നെ കൊടുക്കാനാണോ നീ ഉദ്ദേശിക്കുന്നതെന്ന് ഹീറോയോട് ചോദിക്കും. ഇത് കേൾക്കുന്ന ഹീറോ തിരിച്ചു ചോദിക്കും, ഇത് വ്യാജ തെളിവാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കൂടെ തന്നെ ഹീറോ ആ റെക്കോർഡർ ഒന്നുകൂടെ പ്ലേ ചെയ്യും. നേരത്തെ അത് മുഴുവനായിട്ട് പ്ലേ ചെയ്തിട്ടില്ലായിരുന്നു. അതിൽ ബോസ് അവന് മറുപടി കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ യാൻ നദിയിലൂടെ എങ്ങോട്ടോ ഒഴുകി പോകുന്നുണ്ടാവും. അങ്ങനെയാണ് പറയുന്നത്. അതായത് ഇൻഹീലർ യാൻ നദിയിലൂടെ എങ്ങോട്ടോ ഒഴുകി പോകുന്നുണ്ടാവും എന്നാണ് ബോസ് പറയുന്നത്. ഹീറോ ഇത് ആദ്യമേ എന്തുകൊണ്ട് കേൾപ്പിച്ചില്ല എന്ന് വെച്ചാൽ അയാളുടെ വായന്ന് തന്നെ, ബോസിന്റെ വായന്ന് തന്നെ അങ്ങേരാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് പറയിപ്പിക്കണം. അതുകൊണ്ടാണ് ഹീറോ ഇങ്ങനെ ചെയ്തത്. എന്തായാലും ബോസിന്റെ കള്ളക്കളികളെല്ലാം പൊളിഞ്ഞു. ഹീറോ ബോസിന്റെ മുഖത്ത് നോക്കി ഒരു ചിരിയും പാസ്സാക്കിയിട്ട് കോടതിയുടെ മുന്നിലൊന്ന് പറയും, ഇങ്ങേര് തന്നെയാണ് കൊലപാതകം ചെയ്തതെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല ചെയ്ത കൊലപാതകം ഇങ്ങേര് മറച്ചു വെക്കാനും ശ്രമിച്ചു. ഇതിന്റെ എല്ലാം പേരിൽ ഇങ്ങേർക്ക് ജീവപര്യന്തം ശിക്ഷ കൊടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് കേൾക്കുന്ന ബോസിനാണെങ്കിൽ താങ്ങാൻ പറ്റില്ല. അങ്ങേര് കൺട്രോൾ പോയിട്ട് ഹീറോയെ വന്ന് ഇടിക്കാനോ അടിക്കാനോ നോക്കും. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കൂടെ ബോസിനെ പിടിച്ചു വെക്കും. അന്ന് എങ്ങനെയായിരുന്നോ ഹീറോയെ ആളുകൾ എല്ലാവരും വന്ന് പിടിച്ചു വെച്ചിരുന്നത്, അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബോസിനെയും അവരെല്ലാവരും വന്ന് പിടിക്കുന്നത്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ നമ്മുടെ ബോസ് ജയിലിൽ നിന്നും പുറത്തിറങ്ങാനായിട്ട് പോവുകയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് സ്വാതന്ത്ര്യത്തോടൊന്ന് പുറത്തിറങ്ങാൻ പോകുന്നത്. എന്നാൽ പുറത്തിറങ്ങുന്ന നേരത്ത് കാണാനായിട്ട് ആരും വന്നിട്ടില്ല. ആകെ കാണാൻ വന്നിട്ടുള്ളത് നമ്മുടെ ലീ ആണ്. അവനൊരു കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളെ കാണാനായിട്ട് വേറെ ആരും വന്നില്ലേ? ഞാനെങ്കിലും വന്നില്ലേ എന്ന് ചോദിക്കും. ഇനി അങ്ങോട്ട് നമുക്ക് നിങ്ങളുടെ ബുദ്ധിയും എൻ്റെ കഴിവും വെച്ചിട്ട് നമുക്ക് ചെത്തി അങ്ങ് കയറാം. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് സിയൂളിൽ കൂടെ എൻ്റെ കാറിൽ പോകുമ്പോൾ കാറിലിരുന്ന് സംസാരിക്കാമെന്ന് പറയും. എന്നാൽ ഇതൊന്നും ഹീറോ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇനി അങ്ങോട്ട് തരികിട ജീവിതമൊന്നും വേണ്ട, സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൻ്റെ തലക്കൊരു അടിയും കൊടുത്ത് കയ്യിലുണ്ടായിരുന്ന ഒരു കവർ ഹീറോ കാണിക്കും. കൂടെ തന്നെ ഒരു കോഡും പറയുന്നുണ്ട്, ജോൺ 1633. അതെന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബാങ്കിൽ പോയി പറഞ്ഞു കൊടുത്താൽ ഇഷ്ടം പോലെ കാശ് കിട്ടുന്ന ഒരു കോഡാണിത്. എന്നാൽ ഈ കാശ് മുഴുവനും ലീക്ക് ഉള്ളതാണ്. ഇനി അവൻ ഇമാതിരി തരികിട പരിപാടികളൊന്നും ചെയ്ത് ജീവിക്കേണ്ടെന്നാണ് ഹീറോ അവനോട് പറയുന്നത്. എന്തായാലും അവിടെ വെച്ച് ദ വയലന്റ് പ്രോസിക്യൂട്ടർ എന്ന സിനിമ അവസാനിക്കുന്നു. ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ കുറച്ച് ഫാസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോൾ കുറച്ച് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നേ. എന്നിരുന്നാലും സിനിമ ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ബോക്സിൽ വന്ന് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ നമ്മുടെ ലീയെക്കുറിച്ചുള്ള കാര്യങ്ങളും അവനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞിരുന്നേ, അതും കൊള്ളായിരുന്നു. സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. എന്നാൽ പിന്നെ അടുത്ത നല്ലൊരു സിനിമയായിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.